ഉണ്ടാക്കി. ശദ്ദാദുണ്ടാക്കിയ സ്വർഗത്തിന്റെ കഥ മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ നല്ല സ്റ്റൈലുള്ള ഒരു നല്ല വീട് ആ കാലഘട്ടത്തിൽ നിർമ്മിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ സാങ്കേതികവും അല്ലാത്തതുമായ മുഴുവൻ വിഷയങ്ങളും ഒത്തിണക്കി നല്ല ഒരു വീടുണ്ടാക്കി. ഈ വീട് എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ ഉണ്ടെങ്കിൽ എല്ലാം പരിഹരിച്ച് നല്ല ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ വീടുണ്ടാക്കിയിട്ട് ഭരണാധികാരി ആളുകളോട് പറഞ്ഞു, നാട്ടുകാരെല്ലാവരെയും രാജ്യക്കാർക്ക് എല്ലാവർക്കും ഒരു വിരുന്ന് കൊടുക്കാം. അങ്ങനെ വിരുന്ന് വീടിന്റെ പിന്നിൽ സംവിധാനിക്കാം. വീടിന്റെ അകത്തൂടെ ഒരു വാതിലിലൂടെ ഇങ്ങനെ കടന്ന് നേരെ പുറകുവശത്തുള്ള വീടിലൂടെ ഇങ്ങനെ ഇറങ്ങാം. എന്നിട്ട് ആ കയറുന്നിടത്ത് രണ്ടാളെയും ഇറങ്ങുന്നിടത്ത് രണ്ടാളെയും നിർത്തുക. എന്നിട്ട് കയറുന്ന ആളുകളോട് പറയാ, ഇതിന് വല്ല കുറവുണ്ടെങ്കിൽ പറയണം. എന്നിട്ട് ഇപ്പുറത്തുള്ള ആളുകൾ ചോദിക്കും, നിങ്ങൾ വല്ല കുറവും കണ്ടോ? അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കയറി ഓരോ ആളുകൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ വന്ന് ആർക്കും ഒരു വിഷയവും പറയല്ല. മെറ്റീരിയൽ വളരെ കൃത്യമാണ്. വർക്ക് അത് നല്ല ഫിനിഷിംഗ് ആണ്. അതിന്റെ ഇന്റീരിയർ വർക്ക് വളരെ കൃത്യമാണ്. റൂഫിങ്ങോ അത് പറയും വേണ്ട. ഫൗണ്ടേഷനും ബേസ്മെന്റും വളരെ കൃത്യമാണ്. പൈന്റ് എന്തൊരു സംഭവം. സർക്കുലേഷൻ ഉണ്ട്, വെന്റിലേഷൻ ഉണ്ട്, എല്ലാം വളരെ കൃത്യമായ നിലയ്ക്ക് നല്ല ഉഷാറുള്ള എല്ലാവരും നല്ല അതിന്റെ പിന്നിലുള്ള ശില്പിയെ പ്രശംസിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അബ്ദുൽ അസീസ് തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, കഥ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവസാനം രണ്ടാളിങ്ങനെ കയറി വന്നു. ഓലെ കോലം ചേരും കണ്ടാൽ തന്നെ ഊരിതിൽ കയറ്റേണ്ടവരല്ല, എന്നാലും കയറിക്കോട്ടെ എന്നുള്ള നിലക്ക് എന്തായി ഓരെ കയറ്റി. ഊരി കീറിപ്പറഞ്ഞ ഹൗലായികളായ രണ്ടാൾക്കാർ ഓരോ ഭാഷയിൽ അവരിങ്ങനെ കയറി. ഊര് വല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊന്നും പോയില്ല. ഒരായിക്കൂടെ ഇങ്ങനെ കയറിയിട്ട് പുറത്തുകൂടെ ഇങ്ങനെ വന്നു. ഇതിന് വല്ല കുറവുണ്ടോ ചോദിച്ചോ? 2 കുറവുണ്ട് കാരണം. 2 കുറവ് ഈ വീടിനുണ്ട് കാരണം. കുറവോ? ഉണ്ട് കാരണം. ഉറപ്പാ? ഉറപ്പാ. അതിൽ ഓരോട് പറഞ്ഞു, ഇന്ന് ഞങ്ങളൊരു കാര്യം ചെയ്യണം, ചോറ് വെക്കണതിന്റെ മുമ്പ് നമ്മളെ രാജാവിനൊന്ന് മുഖം കാണിക്കണം. നിങ്ങളേതായാലും കുറവ് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതൊരു ചർച്ചയായി. എന്തെങ്കിലും കുറവ് കണ്ട ഒരു ചർച്ചയാകുമല്ലോ. ഇപ്പൊ ബിന്യാമി എന്ന് പറഞ്ഞ ഒരാള് ആടുജീവിതം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതി. ആ പുസ്തകം ഏറ്റവും കൂടുതൽ കോപ്പി വിൽക്കപ്പെട്ട കഥയാകാൻ കാരണം എന്താണ്? നജീബ് പറഞ്ഞ സുഹൃത്ത് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട കഥ പറഞ്ഞപ്പോഴാണ്. നജീബ് അവിടെ ബൂഫിയൊക്കെ നടത്തിയിട്ട് കോടിപതി അയക്കുകയാണെങ്കിൽ ഈ ബുക്കിനൊരു ചെലവുണ്ടാവില്ല. അപ്പൊ ഉടനെ തന്നെ അതൊരു വാർത്തയാണ്. നേരെ രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കി. രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കിയിട്ട് ചോദിച്ചു, വല്ല കുറവുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഉറപ്പാ? ഉണ്ട്. എന്ത് കുറവാണുള്ളത്? ഉടനെ തന്നെ ഈ രണ്ടാളുകൾ ഭരണാധികാരിയോട് പറഞ്ഞു, ഒന്ന്, ഒരു കാലത്ത് ഈ വീട് പൊളിയും. ഈ വീട്ടിൽ താമസിക്കാനേറ്റ അങ്ങേക്ക് ഗ്യാരണ്ടിയില്ല, നിങ്ങൾ മരിക്കും. ഉടനെ ഭരണാധികാരി ചോദിച്ചു, അത് എല്ലാവരുടെ വീടിന്റെയും പ്രത്യേകതയല്ലേ? അതേ, വീട് ഒരു കാലത്ത് പൊളിയും. താമസിക്കുന്ന ആളുകൾക്ക് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോ സർവീസ് വാറണ്ടിയോ ഇല്ല. എന്നാൽ പൊളിയാത്ത മരിക്കാത്ത ഒരു വീടും ആളും ഉണ്ടോ? നിർമ്മിച്ച വീട് പൊളിയുകയില്ല, താമസിക്കുന്നവർ മരിക്കുകയുമില്ല. അങ്ങനെ ഒരു വീടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഈ ഭരണാധികാരിയോട് അവര് പറഞ്ഞുവത്രേ, ഉണ്ട്. ഏതാണ് ആ വീട്? അല്ലാഹുവിന്റെ വീടാണ്. അല്ലാഹു സംവിധാനിച്ച സ്വർഗലോകം എന്ന് പറയുന്ന വീടാണ്. ഖുസൂറുഹാ ദഹബുൻ വൽ മിസ്കു ദീനതുഹാ
والزعفران حشيش نابت فيها دلالها المصطفى والله بائعها لمن يريد وجبريل يناديها. പ്രധാനപ്പെട്ടൊരു വീടുണ്ട്. ആ വീടിന് നേർപ്പറഞ്ഞ രണ്ട് കുറവുകളും നികത്താൻ കഴിയുന്ന വീട്. ആ വീടിന്റെ ഇഷ്ടിക എന്താണ്? അത് സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഇഷ്ടികയാണ്. അതുപോലെ ഖുസൂറുഹാ ദഹബുൻ വൽ മിസ്കു തീനതുഹാ, അതേ അതിലുള്ള കസ്തൂരിയാണ്, മണ്ണ് ചേറല്ല, ദുർഗന്ധമില്ല, സുഗന്ധം മാത്രമുള്ള, അത് എയർ റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി സംവിധാനമുള്ള വീടാ. ആ വീടിൽ മരണമില്ല. 5 അല്ല 500 അല്ല 5 കോടിയല്ല, മരണം എന്ന് പറയുന്ന ഒന്നുമില്ലാത്ത വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ, എന്നും ബാക്കിയാകുന്ന വീടാണ്. ആ വീടാണ് സ്വർഗലോകമെന്നത്. അതാരാണ് നൽകുന്നതെന്തോ? ദല്ലാലുഹൽ മുസ്തഫ വല്ലാഹു ബായിഉഹാ ലിമൻ യുരീദു വജിബ്രീലു യുനദീഹാ. ആ വീടുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തന്നതാരാ? ആ വീട് കണ്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ സ്വർഗമല്ലേ ഏറ്റവും വലുത്? സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കില് ഇവിടെന്തു ക്ലേശം വേണ്ടതില്ല നിന്നിലേ. വൈകാനത്തിൽ ജന്നത്തു ഹഖാ, സ്വർഗം ഹഖാണെങ്കിൽ ഫറാഹതു ലിമാദാ, വേറെ മേഖലയിൽ നാം സമാധാനം തേടേണ്ടതില്ല. ആ സ്വർഗലോകത്തിന്റെ പ്രത്യേകത എന്താണ്? വല്ലാഹു ബായിഉഹാ, അല്ലാഹുവാണ് വിൽപ്പന നടത്തുന്നത്. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അംവാലഹും വഅൻഫുസഹും ബിഅന്ന ലഹുമുൽ ജന്ന. ശരീരവും സമ്പാദ്യവും റബ്ബ് തആലക്ക് കൊടുക്കുമ്പോ അല്ല നൽകുന്നത് സ്വർഗമാണ് മുഅ്മിനേ. ആ സ്വർഗത്തിലല്ലേ നമുക്ക് പ്രവേശിക്കേണ്ടത്. ഇങ്ങനെ ഒരു വീടുണ്ട്, അതോടുകൂടെ അതിൽ താമസിക്കുന്ന ആള് മരണപ്പെടുകയുമില്ല എന്ന് പറഞ്ഞപ്പോ ഈ ഭരണാധികാരി എല്ലാം ത്യജിച്ചുകൊണ്ട് അവിടുന്ന് അങ്ങ് ഇട്ടേച്ചു പോയി. ഉപദേശം മനസ്സിന് കൊണ്ടാൽ എങ്ങനെയാണ്? മഹാനരായ ഇബ്രാഹിം നദ്ഹം റളിയല്ലാഹു അൻഹു അവിടുന്ന് കാട്ടിലേക്ക് വേട്ടയാടാൻ വേണ്ടി പോയപ്പോ ഒരു മാൻപേടയെ കണ്ടു, അതല്ലെങ്കിൽ ഒരു മുയലിനെ കണ്ടപ്പോ പിന്നാലെ ഓടി. ആ ഭരണാധികാരി ഇബ്രാഹിം നദ്ഹം തങ്ങളും ഓടി. അന്ന് കൊട്ടാരത്തിൽ ഭരിക്കുന്ന കാലാണ്, ജീവിക്കുന്ന കാല. ഓടി ഒരുപാട് തലക്കെത്തിയപ്പോ ഈ മുയൽ സംസാരിച്ചു. അലിഹാദാ ഖുലിഖത അം ബിഹാദാ ഉമിർത, ഇതിനു വേണ്ടിയിട്ടാണോ പടച്ചത്? ഇതിനു വേണ്ടിയിട്ടാണോ കൽപ്പിക്കപ്പെട്ടത്? ഉടനെ കൊട്ടാരം വിട്ട ചരിത്രം കാണാം. പല ചരിത്രങ്ങളിൽ ഒരു സംഭവം അതാ. ഈ ചരിത്രം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്കാണ് പറഞ്ഞു കൊടുത്തപ്പോ ഒരൊറ്റ എണീക്കല. എവിടുക്കാന്ന് വെച്ചു? എനിക്ക് വേണ്ട ഭരണം, എനിക്ക് ഭരണം വേണ്ട, എനിക്ക് സ്വർഗം മതി. എനിക്ക് ഭരണം വേണ്ട, എനിക്ക് സ്വർഗം മതി. അപ്പോ പറഞ്ഞുകൊടുത്ത ആള് പടച്ചോനെ പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നില്ലല്ലോ, എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയൽ തുടങ്ങിയാലും ആകെ കൊയമാന്തരായല്ലോ. ഇങ്ങിട്ട് കയ്യെ പിടിച്ചിട്ട് വല്ലാതെ പറഞ്ഞു കൊടുത്ത്, എന്ത് നിങ്ങൾ ഇനി ഇവിടുന്ന് പോയ ആകെ പ്രശ്നമാകും, അള്ളാഹു തആല ചോദ്യം ചെയ്യും, ഇങ്ങിട്ടാകും. അതുകൊണ്ട് ഞാനിങ്ങനെ കഥ പറഞ്ഞതിന് നിങ്ങൾ എന്തിനാ ഇങ്ങനെയാകുന്നു? അതുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മതയോടുകൂടെ ജീവിതം നയിക്കാൻ അള്ളാഹിനോട് ദ്വാരനാ മതി എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ പാകപ്പെടുത്തി. പറഞ്ഞു വന്നത് അതാണ് സ്വർഗലോകം. ആ സ്വർഗലോകം ആർക്കാണ് ഓഫർ ചെയ്തിട്ടുള്ളത്? വല്ലദീന സബറു ബിതിഗാഅ വജ്ഹി റബ്ബിഹിം വഅഖാമു സ്സലാ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ വയദ്റഊന ബിൽഹസനതി സയ്യിഅ ഉലൈക ലഹും ഉഖ്ബദ്ദാർ. സബറുള്ളവർക്കാണ്, ക്ഷമയുള്ളവർക്കാണ്. ക്ഷമയുടെ വകുപ്പുകളും വിഷയങ്ങളൊക്കെ മുമ്പ് ചർച്ച ചെയ്തിരുന്നു. ഉളു എടുക്കാൻ പറഞ്ഞത്
ഒരായത്തിലാ ഖുർആനിൽ. അടിമ ഉടമയും തമ്മിലുള്ള ബന്ധം ഏറ്റവും ഊട്ടിയുറപ്പിക്കപ്പെടുന്ന വുളൂ, അത് നിങ്ങൾ വുളൂ ചെയ്യണേന്ന് പറഞ്ഞത് ഒരായത്തില്, ക്ഷമിക്കണേന്ന് പറഞ്ഞത് 78 ആയത്തില്. അപ്പൊ അതിന്റെ അവസ്ഥ ആലോചിച്ചു നിങ്ങൾ. വുളൂ എടുക്കാൻ പറഞ്ഞത് ജുമയ്ക്ക് പോണേന്ന് പറഞ്ഞത് ഒരായത്തില്, ക്ഷമിക്കണേന്ന് പറഞ്ഞത് 78 ആയത്തില്. അതെന്തുകൊണ്ടാ? ക്ഷമന്റെ പ്രത്യേകത കൊണ്ട്. അപ്പൊ സഹിഷ്ണുത ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതല്ലേ പഴയകാലത്തുള്ള ആളുകൾ ഒരുപാട് ക്ഷമിച്ചത്, ഇമാമുകൾ ഒരുപാട് കഷ്ടപ്പെട്ടത് അതിന്റെ പേരിലാണ്. മഹാന്മാരായ മുൻഗാമികൾ എത്ര ത്യാഗം സഹിച്ചു പ്രിയപ്പെട്ടവരെ. അതിന്റെ കഥകൾ എത്രയോ ചർച്ച ചെയ്തില്ലേ? അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. മഹാനരായ ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുക്കലേക്ക് വന്നു. കള്ളപ്രവാചകന്മാർ കുറെ രംഗത്ത് വന്നിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് മുസൈലിമ, അസ്വദ്, അതുപോലെ സജ്ജാഹി എന്ന് പറഞ്ഞ പെണ്ണ്, അതില് അതുപോലെ തുലൈഹത്ത് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. തുലൈഹത്ത് സജ്ജാഹും തമ്മിൽ ആ രണ്ട് കള്ളപ്രവാചകയായ ആ പെണ്ണും ഈ കള്ളപ്രവാചകവും തമ്മിൽ ലവ് ആയിരുന്നു. ഇങ്ങോട്ട് വഹി അങ്ങനെ ഇറങ്ങും രണ്ടാൾക്കും. ഇന്നലെ രാത്രി എനിക്കൊരു വഹി ഇറങ്ങി, എത്ര എന്റെ വഹി ഇങ്ങനെ അങ്ങനെ കുറെ ഇന്നകുന്ന ഖുലിഖന ലനാ അഫ്വാജ വനൂലിജുകുന്ന ഈലാജ വദലിദനാ ഔലാദൻ ഫജ്ജാജ. ഈ തുലൈഹത്തിന് ഇറങ്ങിയ വഹി ഇപ്പൊ അങ്ങനെ എന്ത് അന്നെ കെട്ടണം എന്നുള്ള തീരുമാനമുണ്ട്. ഞാൻ ഇജുമായി ബന്ധപ്പെടുമ്പോ കുറെ കുട്ടികൾ ഉണ്ടാകും എന്നുള്ള വഹിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ തിരിച്ച് വല്ലയിലില്ല തഹം എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി നിങ്ങളെ വേണ്ടെന്നുള്ള വഹിയാണ് എനിക്ക് ഇന്നലെ വന്നത് എന്ന് പറഞ്ഞിട്ട് എന്താണ് തലങ്ങും വെലുങ്ങും വഹി അറിയിച്ചതായി കാണാം. അതിൽപ്പെട്ട ഒരാളാണ് മുസൈലിമത്ത്. ഈ മുസൈലിമത്ത് ബഹുമാനപ്പെട്ട ഹബീബ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ പിടിക്കുകയാണ്. മുമ്പിൽ ഇങ്ങനെ ഹാജരാക്കി, രണ്ട് കൈയിലും ചങ്ങല, രണ്ട് കാലിലും ചങ്ങല. അങ്ങനെ മുമ്പിൽ ഹാജരാക്കിയപ്പോഴാണ് ആളുകളൊക്കെ പരിഹാസ്യതയോടുകൂടെ ഇങ്ങനെ നോക്കുക. ആ സമയത്ത് ഒരാൾ മുസൈലിമത്തിനെ കുറിച്ച് പാട്ടുപാടി, സമൗത ബിൽ മജ്ദിയ ബിനൽ അക്രമീന അബാ വഅൻത ഖൈറുൽ വറാ ലാസിൽത റഹ്മാനാ. ഓ ബാപ്പമാന്യനായ നല്ല വ്യക്തിത്വമേ, നിങ്ങൾ കാരുണ്യത്തിൽ റഹ്മാനായി നീണാൾ വാഴട്ടെ. ഹബീബ് ഇബ്നു സയ്യിദ് തങ്ങൾ ഒറ്റക്കാണ്, കയ്യിലും കാലിലും ചങ്ങലയിലാണ്. പക്ഷേ പാട്ട് രസിച്ചില്ല. അവിടുന്ന് പ്രതികരിച്ചു, സമൗത ബിൽ ഖുബ്സിയ ബിനൽ അഖ്ബസീന അബാ വഅൻത ശർറുൽ വറാ ലസിൽത ശൈത്വാനാ. അതേ രൂപത്തിൽ നീചനായ വ്യക്തിയെ ശൈത്വാനാണ് എന്ന കവിതയും അങ്ങ് ആലപിച്ചു. ഇതങ്ങ് കണ്ടപ്പോ വല്ലാതെ ദേഷ്യം വന്നു. മുസൈലിമത്ത് ചോദിച്ചു, അത്തശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അതെ, ഞാൻ സമ്മതിക്കുന്നുണ്ട്. അത്തശ്ഹദു അന്നി റസൂലോ, ഞാൻ അള്ളാഹുവിന്റെ റസൂലാന്ന് വിശ്വസിക്കുന്നുണ്ടോ? ചെവി കേൾക്കണില്ല, ചെവി കേൾക്കണില്ലേ? അസം അസം ഇങ്ങോട്ട് കേൾക്കണില്ല, എനിക്ക് കേൾക്കാൻ കഴിയണില്ല, കേൾക്കണില്ല. വീണ്ടും ചോദിച്ചു, മുഹമ്മദ് അലൈഹി സ്വലം, അതെ റസൂലാണ്, ഞാൻ റസൂലാണ്. കേൾക്കണില്ല. അതിൽ കാല് വെട്ടി, ആദ്യം കയ്യ് വെട്ടി, വലത്തെ കയ്യ് വെട്ടി, ഇടത്തെ കാല് വെട്ടി, ഇടത്തെ കയ്യ് വെട്ടി, വലതെങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണോ? അതെ. ഞാനോ? ഇങ്ങനെ ശരീരത്തെ ഇഞ്ചിഞ്ചായി ബഹുമാനപ്പെട്ടവരെ വെട്ടിമാറ്റുമ്പോഴും പതർച്ചയില്ല. അവസാനം തലവെട്ടാൻ ഒരുങ്ങുമ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണപ്പോ ഹബീബ് ഇബ്നു സയ്യിദിനോട് ചോദിച്ചു, ഇപ്പന്തേ പശ്ചാത്തപിക്കണോ, എന്താ കരഞ്ഞത്? അവിടുന്ന് പറഞ്ഞു, അല്ല, നിങ്ങൾ എന്നെ ഇപ്പോൾ കൊലപ്പെടുത്തിയാൽ ആ കൊലപ്പെടുത്തിയതോടുകൂടെ എന്റെ റൂഹ് പിരിഞ്ഞില്ലേ,
ഇനി എനിക്ക് മറ്റൊരു മരണമില്ലല്ലോ. അതേ, എന്നെ കൊലപ്പെടുത്തി വീണ്ടും ജീവിച്ചു, വീണ്ടും കൊലപ്പെടുത്തി വീണ്ടും ജീവിച്ച്, വീണ്ടും കൊലപ്പെടുത്തി വീണ്ടും ജീവിക്കുമ്പോ അതാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിന് അവസരമില്ലല്ലോ എന്നാലോചിച്ചിട്ടാണ് ഞാൻ വിഷമിക്കുന്നത് എന്ന് ഹബീബ് ബിൻ സയ്യിദ്. എന്തേ ഈ നിലയ്ക്ക് ക്ഷമിക്കാനുള്ള കാരണം? സബ്ർ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതേ, സ്വർഗം വേണോ ക്ഷമിക്കണം, സ്വർഗം വേണോ സഹനം വേണോ. അതിനാണ് വിശുദ്ധ റമദാൻ അല്ലാഹു തആല നമുക്ക് നൽകിയത്. ക്ഷമിക്കുന്നത് ഈമാനിന്റെ പകുതിയാണ്. കച്ചവടത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണോ ക്ഷമ വേണം, ഉപഭോക്താക്കളോട് ക്ഷമ വേണം, അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ക്ഷമ വേണം. പറഞ്ഞല്ലോ, ഇബാദത്തിന്റെ മേഖലയിൽ ക്ഷമ വേണം. നിസ്കാരം മാത്രമാണോ ഇബാദത്ത്? അല്ല, സകാത്ത് ഇബാദത്തല്ലേ പ്രിയപ്പെട്ടവരെ. കച്ചവടം തുടങ്ങിയതിന്റെ ഓരോ വർഷവും അത് 3 ഇയർ ചാന്ദ്രിക വർഷം. ആ ചാന്ദ്രിക വർഷം അനുസരിച്ച് അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ സമ്പത്ത് വിനിയോഗിക്കണോ, സമർപ്പണം വേണം, സംസ്കരിക്കപ്പെടണോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്ഷമ ഈമാനിന്റെ പകുതി എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ 10 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം അതാണ്. രണ്ടാമത് പറഞ്ഞത് ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, അല്ലാഹുവിന്റെ പൊരുത്തമുണ്ടാവുക, അല്ലാഹുവിന്റെ പൊരുത്തം പ്രയോഗിക്കും. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു സലാസ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 3 വിഭാഗം ആളുകളെ വല്ലാതെ ഇഷ്ടപ്പെടും. 3 ആൾക്കാരെ. ഒന്നും കയറിയിരിക്കും. ബിസ്മില്ലാ. ഒക്കെ പുറത്താണ് ആൾക്കാരിരിക്കണം. ഒന്നും കയറിയിരിക്കും. 3 വിഭാഗം ആളുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകം ഇഷ്ടപ്പെടും. ഏതാണ് 3 വിഭാഗം ആളുകൾ? ഒന്ന്, മൻ ഗസാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ഇറങ്ങി. ആ ഇറങ്ങിയവനെ ഇറക്കിയത് റബ്ബിനോടുള്ള തൃപ്തി മാത്രമാണ്. ഇഖ്ലാസോടുകൂടെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ഇറങ്ങിയാൽ, എന്നിട്ട് ആ ഒരു ഉദ്യമത്തിൽ നിന്ന് കയറുന്നതുവരെ, അതുപോലെ തുടർന്നങ്ങോട്ട് ജീവിതം കൃത്യമായി നിയോഗിക്കുന്നവരെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ നിങ്ങളെല്ലാം ഈ മഹത്തായ പള്ളിയിലേക്ക് വന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഇഅ്തികാഫ് ഖബൂലാക്കണം തമ്പുരാനെ. മുമ്പ് സൂചിപ്പിച്ചല്ലോ, 1 മണിക്കൂർ ഇഅ്തികാഫ് ഇരുന്നാല് നരകത്തിന്റെയും ഓന്റെ അടിയിൽ 3 കടങ്ങ് വയ്ക്കും. എന്നുവെച്ചാൽ അത്ര അകലം. ഒരു കടങ്ങിന്റെ വലുപ്പം മശ്രിക്ക് മുതൽ മഗ്രിബ് വരെ ഉണ്ട് എന്നാണ്. അവ 2 മണിക്കൂർ ഇരുന്നാല് 6 കടങ്ങായി, 3 മണിക്കൂർ ഇരുന്നാല് അത്രയും കടങ്ങായി. 6:50 എത്രക്കാ വാങ്ക് ശ്രോലരെ? 57-ന്. ഇപ്പൊ എത്രയായി ടൈം? 1:45, 1:47 ഒക്കെയാണ് ഉള്ളത് അല്ലേ? അവ 2:47, 3:47, 4:47, 5:47, 6:47. ഔ ദമ്മേ, 3 15 കടങ്ങ്, ഓരോന്നും മശ്രിക്കിന്റെ മാതിരി. അപ്പൊ ഇവിടെ നിങ്ങൾ എത്ര നേരായിരിക്കണു? നേരെ വെച്ചപ്പെടുത്ത് നിങ്ങൾ ഇറങ്ങിപ്പോയി നിൽക്കുക, വല്ലാതെ അകലല്ല. അവങ്ങൾ ഇവിടെ തന്നെയാണ് ഇരിക്കാൻ നിൽക്കുക, നോമ്പുറക്കോടെ ഇരുന്നു നിൽക്കുക. നരകത്തിനോട് അത്രയും അകന്നു. അപ്പൊ അകലേണ്ട ആൾക്കാരൊക്കെ ഇരിക്കുക. കുറച്ച് തിരക്കൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, അത്യാവശ്യക്കാർ പോകണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷെ ഏറ്റവും അത്യാവശ്യക്കാരും പോകാൻ പാടില്ല, ഏറ്റവും അത്യന്താപേക്ഷിതമുള്ള ആൾക്കാരെ പോകാൻ പാടുള്ളൂ. ആ കാരണം കുറച്ച് ടൈം ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഇരിക്കുക എന്നുള്ളത് ഇതാണ്. നമ്മൾക്ക് തിരക്കാണ് എല്ലാ വിഷയങ്ങൾക്കും, എല്ലാ സംഗതിക്കും നമുക്ക് ടൈമുണ്ട്. കല്യാണ നിശ്ചയത്തിന് പോകാൻ ടൈമുണ്ട്, കച്ചവടം ചെയ്യാൻ ടൈമുണ്ട്, അങ്ങാടിക്ക് പോകാൻ ടൈമുണ്ട്, കല്യാണത്തിന് വരാത്തതിന്റെ പേരിൽ ചോദ്യം ചെയ്യാൻ ടൈമുണ്ട്, എല്ലാ സംഗതിക്കും ടൈമുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടി കുറച്ചേരം ഇരിക്കാൻ ടൈമില്ലെങ്കിൽ ഇത് പ്രശ്നം തന്നെയാണ്. കാരണം നമുക്കൊക്കെ സ്വർഗത്തേക്ക് പോകേണ്ടവരാണ്. അള്ളാഹു തആല ഖബൂലാക്കട്ടെ. അപ്പൊ അതൊരു സംഭവം തന്നെയാണ്. ഈ മഹത്തായ സ്ഥലത്തേക്ക് നിങ്ങൾ വന്നത് അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ബസ്സിറങ്ങി വന്നവരാണോ? അവിടെ നിന്നൊരു 100 അടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10,000 കിട്ടിയിട്ടുണ്ട്. അല്ല, വണ്ടി ഒരു ഭാഗത്ത് സൈഡാക്കി ഇങ്ങോട്ട് വന്നിട്ടൊരു 50 ചുവടാണോ? 50,000 കിട്ടിയിട്ടുണ്ട്.
5000 പ്രതിഫലം നിങ്ങൾക്ക് ഹസനത്ത് കിട്ടി. വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ, 50000 പ്രതിഫലം നിങ്ങൾക്ക് കിട്ടി. അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. അപ്പൊ വീട്ടിൽ നിന്ന് പള്ളിക്ക് ഒരാൾ നടന്നു പോയാല് ഇങ്ങനെ ഇത്ര ഇരട്ടി 10000 ഇരട്ടി കൂലിട്ടിട്ടുണ്ടോ, 1,00,000 കിട്ടിയിട്ടുണ്ടോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ, പെരീക്കന്നെ പോവുക, പള്ളി കയറേണ്ട. കാരണം കൂലി കുറെ കിട്ടിയല്ലോ എന്ന് കരുതാൻ പറ്റുമോ? അത് പറ്റൂല. അതും കിട്ടിയെന്ന് രേഖപ്പെടുത്തുന്നത് അത് ഈ ബ്ലൂടൂത്ത് വിടണമായിരിക്കാം. ഇപ്പൊ നമ്മളൊരു 2 മണിക്കൂറുള്ളൊരു വയലിൽ ബ്ലൂടൂത്ത് ഇങ്ങനെ വിടാൻ നിൽക്കുക. ആ പച്ച സാധനം ഇങ്ങനെ നീണ്ട് ഇങ്ങനെ വരുമ്പോ ലാസ്റ്റ് ദുആയാണ്. അതുകൊണ്ട് അത് വേണ്ട എന്നുള്ള നിലയ്ക്ക് അവിടുന്ന് കട്ട് ചെയ്താൽ എന്താ ചെയ്യാ, ഒന്നായിട്ടാണ് പോകൂലേ, ഫുള്ള് കയറൂല, ലേസാന്ന് കയറൂലല്ലോ. അപ്പൊ അതേപോലെയാണ്. അപ്പൊ ഫുള്ള് എന്താകുക, കുറച്ച് ടൈം ഇരിക്കുക, പള്ളിയിൽ ഇബാദത്തുമായി ചിന്തിക്കുക. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. 10 നടത്തം പ്രത്യേകം രേഖപ്പെടുത്തുന്നു എന്ന് മുമ്പ് സൂചിപ്പിച്ചല്ലേ. ആ 10 നടത്തങ്ങളിൽ പെട്ട ഒന്നാണ് ഇൽമിന്റെ മജ്ലിസിലേക്കുള്ള നടത്തം. മനിഗ്ബറത്ത് ഖദമാ, ആരുടെയെങ്കിലും ചെരിപ്പടിക്കാൽ ചളി പുരണ്ടാൽ അഥവാ നടന്നുപോയാൽ ഫീൽത്തിമാസിൽ ഇൽമ് പഠിക്കാൻ വേണ്ടി പോയാൽ ഫകഅന്നഹു ജാഹദ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ധർമ്മസമരത്തിൽ പങ്കെടുത്തവനെ പോലെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനേ, നാം നമ്മുടെ ജീവിതത്തിൽ നന്മയിലേക്ക് നടക്കണം. കാരണം ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആതാറകും. 3 അടയാളങ്ങൾ ആഖിറത്തിൽ വരും. ഒന്ന് അസറുൽ ഖദം, ചവിട്ടടിയുടെ പ്രതിഫലമാണ്. അസറുൽ വുളൂ, വുളൂഇന്റെ അടയാളമാണ്. അസറുൽ സുജൂദ്, സുജൂദിന്റെ അടയാളമാണ്. അതെ, ഇതുപോലെയുള്ള സംവിധാനത്തിലേക്ക്, ഇതുപോലെയുള്ള സദസ്സുകളിലേക്ക് നടക്കൽ അത് വലിയ പുണ്യകരം തന്നെയാണ്. അങ്ങനെയല്ലേ സ്വാലിഹീങ്ങൾ. അത് ഇവിടേക്ക് മാത്രമല്ല, ജമാഅത്തിന്റെ നിസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് വലിയ നേട്ടമുള്ള കാര്യമാണ്. മഹാനരായ ഹത്തമുൽ അസം റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ പുന്നാര മകൾ മരണപ്പെട്ട എന്ന് അവിടുന്ന് ദുഃഖിതനായി കണ്ടപ്പോ ആളുകൾ ചോദിച്ചു, എന്തിനാണ് വിഷമിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, എന്റെ മോള് മരണപ്പെട്ടതിന്റെ പേരിലല്ല, മറിച്ച് ഞാൻ വിഷമിക്കുന്നത് ഇന്ന് എന്റെ ളുഹർ നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ്. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ 400 ഒട്ടകം ഒരാൾ കെട്ടുകൊണ്ടുപോയി. ഏത് സെഞ്ചിയിലട്ട് അറിയില്ല. 400 ഒട്ടകാണ് എന്തായത്, കൊള്ളയടിച്ചു കൊണ്ടുപോയി. ഏതോ അങ്ങാടി എവിടുന്നോ വാങ്ങിക്കൊണ്ടുവരാൻ. അങ്ങനെ വാങ്ങിക്കൊണ്ടുവരുന്ന ഈ ഒട്ടകം മോഷ്ടിക്കപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ടവര് വല്ലാതെ ടെൻഷനായി. ഈ പൈസ കളഞ്ഞുപോയ, ചെലവായ പ്രശ്നമല്ല, ഈ കളഞ്ഞുപോയ ടെൻഷനാണല്ലോ. കാണാല്ലെങ്കിൽ ഇങ്ങനെ കുയിഞ്ഞാടിപ്പോയാല്, അതാണ് നാളൊരാൾ പറഞ്ഞത്, 50 റുപ്യ പോയപ്പോ 100 റുപ്യ കിട്ടാൻ നിർച്ചയാക്കിയാറില്ലേ. അപ്പം ഞാൻ ഈ കളഞ്ഞുപോയത് കിട്ടലൊരു സുഖാന്നാണല്ലോ അതിന് മറുപടി പറഞ്ഞത്. അപ്പോ ഈ കളഞ്ഞുപോയ കാകുക എന്ന് പറഞ്ഞാൽ കളഞ്ഞുപോയത് കിട്ടാൻ ഒരു ആയത്തുണ്ട്. ഒളു ചെയ്തിട്ട് ഖിബിലാക്ക് മുന്നിട്ടിരുന്ന് 40 വട്ടം ചെല്ലേണ്ട ഒരു ആയത്ത്, ഇന്നല്ലദി ഫറള അലൈക്കൽ ഖുർആൻ എന്ന ആയത്ത്, മഅദ് എന്ന് പറയുന്ന ആയത്ത് 41 പ്രാവശ്യം ഖിബിലാക്ക് മുന്നിട്ടോതുക. ഇത് 3 ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർണം പോയ 3 ആൾക്കാർ, ആ 3 ആളും കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് കളഞ്ഞു പോയത് കിട്ടാതെ നല്ലൊരായത്താണ്. നിങ്ങൾ ഓതിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ നേരെ തെരഞ്ഞു വരരുതേ, ഇഹ്ലാസോടുകൂടി ഓതിക്കോളിയും കിട്ടും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആ 3 ആള് നമ്മൾ പറഞ്ഞു, 3 ആളിന് കിട്ടി, എന്തോ അല്ലാഹു തആല അത് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കണു. കിട്ടാനുള്ളത് വഴിയിൽ തങ്ങത്തില്ല, പോകാനുള്ളത് ആരും തടയത്തില്ല എന്നുള്ളതാണ്. അത് വേറെ വിഷയം. നാളൊരു ബസ് ഇടിച്ചപ്പോ, ഒരു BKT എന്ന് പറഞ്ഞൊരു ബസ് ഇടിച്ചപ്പോ, ആ ബസ്സിന്റെ ആ ഇടിച്ച ബസ് ഇങ്ങനെ മറിഞ്ഞു കിടക്കണ കണ്ടപ്പോ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എത്തി നോക്കി. ചില ആൾക്കാർക്കൊക്കെ വണ്ടി ഇടിച്ചത് കാണാനൊരു കൗതുകമാണല്ലോ. അവ ഇങ്ങനെ അള്ളാഹു സലാമത്ത് ചെയ്യട്ടെ. എന്തേ സലാമത്ത് വേണ്ടേ? പിന്നെ തവനും ഉണ്ടാത്തു. അവ വണ്ടി ഇടിച്ചപ്പോഴേ അതിന്റെ മുമ്പ് പോയി നോക്കുമ്പോണ്ടൊരു മഞ്ഞ ഇതില് ബ്ലാക്ക് ലെറ്ററിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, നിനക്കുള്ളതൊന്നും നിന്റെതല്ല. ഇന്ന് നിന്റെ അടുക്കലുള്ളത് നാളെ മറ്റൊരാളുടെ കയ്യിലായിരിക്കാം.
അതിനെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചോർത്ത് ദുഃഖിക്കരുത്. അതിലും വലുത് കിട്ടാനുണ്ടെന്ന് പ്രത്യാശിക്കുക. കിട്ടാനുള്ളത് വഴിയിൽ തങ്ങത്തില്ല, അതുകൊണ്ടാണ് വണ്ടി ഇടിച്ചത്. പോകാനുള്ളത് ആരും തടയത്തില്ല. അപ്പൊ അങ്ങനെയാണ് അവസ്ഥ. കളഞ്ഞു പോയത് കിട്ടാൻ ഉള്ള മാർഗത. ബഹുമാനപ്പെട്ട ഉബാദത്ത് ബിൻ സാബിത്ത് തങ്ങളെ 400 ഒട്ടക പോയത്. അതിന് പള്ളിയിൽ ഇങ്ങനെ വന്നിട്ട്, എന്നാ പിന്നെ എന്റെ ഒട്ടകത്തെ മോഷ്ടിക്കപ്പെട്ടല്ലോ, അള്ളാഹു തആല എന്റെ വിഷയത്തിൽ തീരുമാനം എടുക്കാത്തതുകൊണ്ട് പ്രതിഷേധിച്ച് പള്ളിക്ക് പോകില്ല എന്ന് ആരെങ്കിലും തീരുമാനിക്കും? ഇത് തീരെ പള്ളിക്ക് പോകാത്ത ഉണ്ടായ സംഭവം. തീരെ പള്ളിക്ക് പോകാത്ത ഒരാള് ആൾക്കാർ പിടിച്ചു കൊണ്ടുപോയി. അങ്ങനെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇത് ആ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, ഞാൻ വേറെ പറയട്ടോ. അങ്ങനെ തമാശ പറയുന്ന ഒരാളാണ്. പക്ഷെ പള്ളി എന്ത് പറഞ്ഞാലും എത്ര ഉപദേശിച്ചാലും അയാൾ പോകില്ല. അങ്ങനെ ഇടങ്ങേറായി വലിച്ച് കൊണ്ടുവന്നിട്ട് അയാള് ഉതുടുക്കുകയാണ് കുളത്തുനിന്ന്. അതിൽ ബൊക്കാണ് വീണപ്പോ അയാൾ അള്ളാഹ്ക്ക് എന്നെ ആവശ്യമില്ലാന്ന് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തിരിഞ്ഞില്ലേ, ഞാൻ പോവുകയാണ്. ഇനി വന്നില്ല. അങ്ങനെ ചില ആൾക്കാരുണ്ട്, ഈമാനിന്റെ കുറവാണ്. അള്ളാഹു ആ വ്യക്തിക്കും ഈമാൻ കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു അങ്ങനെ പള്ളിയിലേക്ക് വന്നു, ദുഃഖിച്ച് ഇങ്ങനെ ഇരിക്കാം. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാക്കിൽ ഇങ്ങനെ കുട്ടിയിട്ട്, എന്താ ഒരു ടെൻഷൻ, തക്ബീറത്തുൽ ഇഹ്റാമേറ്റ പോയോന്ന് വെച്ചു. നിസ്കരിക്കാൻ വന്നപ്പോ, ജമാഅത്തിന് വന്നപ്പോ ഇമാമിന്റെ ഒപ്പമുള്ള തക്ബീറത്തുൽ ഇഹ്റാം, ആ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടോന്ന് വെച്ചു. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഗതിയാണ്. നമ്മൾ ഒടുവിൽ അത്തഹിയ്യാത്ത് നമുക്ക് കിട്ടിക്കണമെങ്കിൽ അൽഹംദുലില്ലാ ലാഭായി. കാരണം ഇമാമിന്റെ ദുആ കഴിയുമ്പോഴത്തേന് നമ്മൾ ആ 4 റക്അത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത്രയും ടൈം ലാഭിക്കുക എന്ന് കരുതുന്ന ആൾക്കാരാ. എന്ന തക്ബീറത്തുൽ ഇഹ്റാം പോയോന്ന് ചോദിച്ചു. ഉബാദത്ത് ബിൻ സാമിത്ത് തങ്ങൾ പറഞ്ഞു, തക്ബീറത്തുൽ ഇഹ്റാം പോയിട്ടില്ല, എനിക്കതിലും വലിയ നഷ്ടം വന്നിട്ടുണ്ട്. ഏതാണ് നഷ്ടം? എന്റെ 400 ഒട്ടകം. ഒരൊട്ടകത്തിന് നിങ്ങൾ മിനിമം 10,000 കൂട്ടിക്കോളൂ. 10,000 കൂട്ടിയാൽ 400 × 10,000 ഒഴിഞ്ഞിരുന്ന് കണക്കൂട്ടിയാൽ മതി, എത്ര കോടി ഉണ്ടാകും. അത് എന്റെ അടുക്കൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതേ, എന്റെ ഒരവസ്ഥയാണ്. എന്റെ 400 ഒട്ടകം എനിക്ക് മോഷണം പോയി. അതാലോചിച്ചിട്ടാണ് നബിയേ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അതല്ലേ പ്രശ്നം. എന്നാൽ തക്ബീറത്തുൽ ഇഹ്റാം പോയാൽ 400 ഒട്ടകമല്ല, 4000 ഒട്ടകമല്ല, 4 കോടി ഒട്ടകമല്ല. നേരെ മറിച്ച് ഈ ദുനിയാവ് മുഴുവനും നിന്റെ അടുക്കൽ വരികയും അത് നിന്നിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്താൽ അതിനേക്കാൾ വലിയ നഷ്ടം കച്ചവടക്കാരാ. ജമാഅത്ത് നിസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നമാ അംവാലുക്കും വലാ ഔലാദുക്കും ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. നമ്മുടെ സമ്പാദ്യമോ സന്താനങ്ങളോ ഇലാഹായ റബ്ബുൽ ഇസ്സത്തിന്റെ ദീൻ അനുഷ്ഠിക്കുന്നതിന് തടസ്സമാവാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിസ്കാരം ഖളാ ആക്കരുത്. അല്ലാഹു തആല അത് ബറക്കത്ത് ചെയ്യൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനേ, നാം ചിന്തിക്കുക, തക്ബീറത്തുൽ ഇഹ്റാം വലിയ പ്രതിഫലമുള്ളതാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ അതല്ലേ പ്രത്യേകം ശ്രദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ പള്ളിയിലേക്കുള്ള നടത്തം വലിയ കൂലിയുള്ളവരാണ്. കണ്ണ് കാണാത്തവരെ സഹായിക്കൽ കൂലിയുള്ളതാണ്. അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കൽ വലിയ നേട്ടമുള്ളതാണ്. ആ കാര്യങ്ങളൊക്കെ മുമ്പ് സൂചിപ്പിച്ചതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാവണം നമ്മുടെ പ്രവർത്തനം. മൂന്നാമത് നിസ്കാരം നിർവഹിക്കുന്നൊരവസ്ഥ വേണം. കാരണം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളുടെ വിജയികളാണ് എന്ന് ഖുർആൻ പറഞ്ഞത്. മുഅ്മിനീങ്ങളുടെ ഗുണകരമായ അടയാളങ്ങൾ വിശദീകരിച്ചത് ഖുശൂഅോടുകൂടെ നിസ്കരിക്കുന്നവരാണ്. അത് വിശുദ്ധ ഖുർആൻ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു കൽപ്പിച്ച ഒരു സുജൂദ് ഒഴിവാക്കിയതിന്റെ പേരിൽ ഇബ്ലീസ് റബ്ബിന്റെ അടുക്കൽ ഇത്ര മോശക്കാരനാണെങ്കിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിച്ച 5 വഖ്ത് നിസ്കാരത്തിലൂടെ 34 സുജൂദ്
അള്ള കൽപ്പിച്ചത് ഒഴിവാക്കുമ്പോ ഒരാള് 34 ഡബിൾ ഇബ്ലീസാ. സുബ്ഹി ഒരാൾ ഖളാ ആക്കിയാൽ അല്ലാഹുവിന്റെ അടുക്കൽ 4 ഡബിൾ ഇബ്ലീസാ. ളുഹർ ഒഴിവാക്കിയവൻ 8 ഇബ്ലീസാ. അസ്ർ ഒഴിവാക്കിയവൻ 8 ഇബ്ലീസാ. മഗ്രിബ് ഒഴിവാക്കിയവൻ 6 ഇബ്ലീസാ. ഇശ ഒഴിവാക്കിയവൻ 8 ഇബ്ലീസാണ്. അതുകൊണ്ട് യജമാനനായ റബ്ബ് അടുക്കൽ ഇബ്ലീസായി മുദ്ര കുത്തപ്പെടാതിരിക്കാതിരിക്കാവുന്ന നിസ്കാരവും അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ ഫളീലത്തും പറ്റുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ തന്നെ കൊണ്ട് വിശദിക്കാം. നമുക്ക് ഖൈർ മാറാവട്ടെ. 3. നാലാമത്തേത് വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ. അല്ലാഹു നമുക്ക് നൽകിയ സമ്പാദ്യം, നമ്മുടെ അടുക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സമ്പാദ്യം, നമ്മൾ യഥാർത്ഥത്തിൽ സമ്പത്തിന്റെ ഉടമസ്ഥരല്ല. യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്? അല്ലാഹുവാണ്. നമ്മൾ താൽക്കാലികമായ ഉടമസ്ഥര് മാത്രമാണ്. അതുകൊണ്ടാണ് ബാപ്പമാരെടുത്തു നിന്നൊക്കെ നമുക്ക് അനന്തരം കിട്ടിയാൽ കുറച്ചു കാലം തെങ്ങിന്റെ തൊട്ട് കളച്ചിട്ടും മുറിഞ്ഞ തെങ്ങ് മാറ്റി പുതിയത് വെച്ചിട്ടും കുറച്ച് മരങ്ങൾ അപ്പുറത്താക്കിയിട്ടും ബ്ലോക്കിൽ നിന്ന് തേക്കിൻ തൈ കൊടുന്ന് ഫിറ്റ് ചെയ്തിട്ടും ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ മരിച്ചു നിൽക്കുക. ഇപ്പൊ ആരതാ മുതലേ? ആരതാ? അവകാശികളതായി. എന്നുവെച്ചാൽ നമ്മളെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചു. ആ കൈകാര്യം ചെയ്യാൻ നമ്മൾ ഇവിടെ വന്നപ്പോ കുറച്ച് മക്കളെയും കൂടി ഇവിടെ സംവിധാനിച്ചിരുന്നു. അതുകൊണ്ട് എന്താണ്, ബാക്കിയുള്ള ആളുകൾക്കും കൂടി സംവിധാനിച്ച് അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അതിൽ നിന്നുള്ള മികവും അള്ളാഹു നൽകിയ വിവേകവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നാം നമ്മുടെ സാമ്പത്തികമായ സാമ്രാജ്യം ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കും. ചില ആളുകൾക്ക് പല നഷ്ടങ്ങളുണ്ടാകും, ചില ആളുകൾക്ക് ശിഷ്ടമാണ്. അല്ലാഹു തആല സമ്പത്തിൽ നമുക്ക് ബറക്കത്ത് നൽകട്ടെ. സമ്പത്തിൽ ബറക്കത്തുണ്ടാകാനാണ് ആദ്യത്തെ ദിവസം 3 ലീനാഫ് ഓതാൻ, അതുപോലെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതാൻ. ആരെ പേരില് പറഞ്ഞത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ എന്നും ഒരു ഫാത്തിഹ ഓതിയാൽ സാമ്പത്തികമായ പ്രശ്നം ഒരളവ് വരെ പരിഹരിക്കാൻ നല്ല കാര്യമാണ്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. സുബഹിസ്കരിച്ച് ഒരു 7 ഫാത്തിഹ എന്നും ഓതുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നും ഒരു 7 ഫാത്തിഹ ഓതുന്നത് സമ്പത്തിൽ ബറക്കത്തുണ്ടാകാൻ നല്ലതാണ്. കട ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി തുറന്ന് ബിസ്മില്ലാ മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഒന്ന് ചൊല്ലിയാട്ടെ. ബിസ്മില്ലാ മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് ചൊല്ലിയിട്ട് കടയിലേക്ക് കയറുക. എന്നാ കടയിൽ നല്ല ബർക്കത്തുണ്ടാവും. തുറന്നിട്ട് കടയ്ക്ക് കടയുള്ള ആളുകൾ എങ്ങനെ പറയാം, ഈ നാട്ടിലത്തെ കടയിലെ ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. നല്ല സംഭവമാണ്. എന്നാ ഒരു ബർക്കത്താണ്, ഒരു റാഹത്താണ്. പിന്നെ അതുപോലെ കാര്യം ഇങ്ങോട്ട് ആ ക്യാഷിലിരിക്കണ സമയത്ത് കീശിൽ നിന്ന് 100 രൂപ എടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം ഫാത്തിഹ ഓതിയിട്ട് ഒരായത്തിൽ കുറിച്ച് ഊതിയിട്ട് അതിലിടുക. വൈകുന്നേരങ്ങൾ എടുത്തോളി, അതിൽ നല്ല വർക്കത്തുണ്ടായിക്കോളും. എന്തേ പറഞ്ഞത്? ഫാത്തിഹ ഓതിയിട്ട് ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് ഒന്ന് ഊതിയിട്ട് കീശിക്ക് പൈസ ഇടുമ്പോഴും അത് ചെയ്യണത് നല്ലതാണെന്നാണ്. 10,000 കൊടുക്കാനുള്ള ആൾക്കാർക്ക് 9,000 ഇട്ടുകാണ്ട് മന്ത്രിച്ചൂതിയ 10,000 ഇരട്ടിക്കും എന്നല്ല പറഞ്ഞത്. പക്ഷെ അതൊരു ബർക്കത്താണ്. ബർക്കത്ത് കാരണം എന്താ? ബർക്കത്ത് പറഞ്ഞാൽ സിയാദത്ത് ഫിൽ ഖൈർ എന്നാണ്. ഇപ്പോ ചില ആളുകൾക്ക് കുറഞ്ഞ ശമ്പളമുള്ള ഒരുപാട് ആളുകൾ, മുഅല്ലിമീങ്ങൾ പല ആളുകളുണ്ട്, സുന്ദരമായി ജീവിക്കണം. ചില ആൾക്കാർക്ക് 2 ലക്ഷം 3 ലക്ഷം ഇങ്ങനെ വരുന്നുണ്ട്. വന്നത് എങ്ങനെ അറിയില്ല. ഇങ്ങോട്ട് പറയും എന്റെ കജ്ജ ഓട്ടക്കജ്ജാന്നറിയും. അള്ളാന്റെ ഈപത്തും പറയും ഞങ്ങണ്ട്. കാരണം എന്താണ്? ഓട്ടക്കജ്ജ അത്ര, അതായത് എളുപ്പം ചെലവായി പോവുകയാണ്. അപ്പൊ എന്താണ്? ആ ഒരു നിയന്ത്രിക്കപ്പെടുക എന്നുള്ളതാണ് ഒരു ബറക്കത്ത്. അപ്പൊ അങ്ങനെ ബറക്കത്ത് ഉണ്ടാകാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാ, വളരെ റാഹത്താണ്.
അപ്പൊ അത് പറഞ്ഞു എന്ന് മാത്രം. സമ്പാദ്യം അള്ളാഹു നമുക്ക് നൽകിയ ഫദ്ലുള്ള എന്നാണ് ഖുർആൻ വിശേഷിപ്പിച്ചത്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ വൽ ബഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. സമ്പാദ്യം എന്ന് പറയുന്നത് ദുനിയാവിൽ ജീവിക്കാൻ അല്ലാഹു തആല സംവിധാനിച്ചു തന്നതാണ്. ആ സമ്പാദ്യം നമുക്ക് നേടാൻ, സ്വരൂപിക്കാൻ കൃത്യമായ മാർഗങ്ങളുണ്ട്. അത് ചെലവഴിക്കാനുള്ള ലക്ഷ്യങ്ങളും കൃത്യമായിരിക്കണം. സമ്പത്ത് സ്വരൂപിക്കുന്ന മാർഗത്തെക്കുറിച്ചും വ്യയം ചെയ്യുന്ന മേഖലയെക്കുറിച്ചും ആഖിറത്തിൽ ഒരു വ്യക്തിയോട് ചോദ്യം ചെയ്യുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വഅൻ മാലിഹി ഫീമ അൻഫഖ, എടോ നിന്റെ സമ്പാദ്യം എവിടെയാണ് വിനിയോഗിച്ചത്, എവിടെ നിന്നാണ് ആ സമ്പാദ്യം നീ നേടിയെടുത്തത് എന്ന് ആഖിറത്തിൽ ഉയർത്തിയെഴുന്നേറ്റ ഉടനെ ചോദിക്കാതെ അപ്പുറത്തേക്ക് ഒരു അടി വെക്കാൻ സമ്മതിക്കൂല. ഖാല റസൂലുള്ളാഹി. സമ്പാദ്യത്തിന്റെ വിഷയം അങ്ങനെയാണ്, പ്രത്യേകം ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് സമ്പത്ത് കിട്ടിയവന്റെ ലക്ഷ്യം പവിത്രമായിരിക്കണം, സമ്പത്തുണ്ടാക്കുന്നവന്റെ മാർഗവും കൃത്യമായിരിക്കണം. ഒരാളുടെ ലക്ഷ്യം കൃത്യമാണ്, മാർഗം ശരിയല്ലെങ്കിൽ രക്ഷയില്ല. ഒരാളുടെ മാർഗം ശരിയാണ്, ലക്ഷ്യം ശരിയല്ലെങ്കിലും രക്ഷയില്ല. ഇപ്പോ ഉദാഹരണമായി പറയാം, ഒരാള് കച്ചവടം ചെയ്യുന്നുണ്ട്. എന്തിനാണ് കച്ചവടം ചെയ്യുന്നത്? കച്ചവടം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്താജിറുൽ അമീനു മഅൽ അംബിയാഇ വശുഹദാഇ വസ്സാലിഹീൻ. ഖാല റസൂലുള്ളാഹി. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണല്ലോ, മുമ്പ് ഓതിയ ഹദീസാണ്. വിശ്വസ്തനായ സത്യസന്ധനായ കച്ചവടക്കാരൻ അമ്പിയാക്കളോട് കൂടെയാണ് എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അവ നല്ല ഏർപ്പാടാണ് ഏത്? കച്ചവടം ചെയ്യുക എന്നുള്ളത്. പക്ഷേ ആ കച്ചവടം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്, ലാഭം ഉപയോഗിച്ച് അയാൾ ചെയ്യുന്നത് എന്താണ്? അയാൾ മദ്യപിക്കാൻ, അയാൾ കള്ളക്കേസ് കൊടുക്കാൻ, അയാൾ മറ്റുള്ള ആളുകളെ ദ്രോഹിക്കാൻ, ഇങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് കച്ചവടം ചെയ്യുന്നതെങ്കിൽ, അതല്ലെങ്കിൽ കച്ചവടത്തിന്റെ ലക്ഷ്യം അങ്ങനെയൊന്നായി മാറുന്നുണ്ടെങ്കിൽ ഈ കച്ചവടം ശരിക്ക് കൃത്യമായ മേഖലയിലൂടെ പോകുന്നില്ല. എന്തേ പ്രശ്നം? മാർഗം കൃത്യമാണ്, ലക്ഷ്യം കൃത്യമല്ല. ഇനി ഒരാളുടെ മാർഗം ശരിയല്ല, ലക്ഷ്യം പവിത്രമാണ് നിൽക്കുക. ഇപ്പോ ഒരയൽക്കാരൻ പച്ച സാധുവാണ്, ഒന്നും കയ്യിലില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ? നേരെ തിരക്കുള്ള ബസ് നോക്കി കയറിയിട്ട് ആൾക്കാരെ ട്രൗസറിനോ അതല്ലെങ്കിൽ പോക്കറ്റിനോ ബ്ലേഡ് വെച്ച് പൈസ പോക്കറ്റ് അടിക്കുകയാണെങ്കിൽ എന്താ എന്റെ ലക്ഷ്യം? ഈ സാധു ഇത് മരുന്ന് വാങ്ങാൻ പൈസ അല്ല, ഭക്ഷണം വാങ്ങാൻ പൈസ അല്ല. പിന്നെ ഞാനെന്താ ചെയ്യണത്? ആരാന്റെ പോക്കറ്റ് അടിക്കുകയാണെങ്കിൽ ഇവിടെ മാർഗം ശരിയല്ലാത്തത് കൊണ്ട് ആ ലക്ഷ്യവും ശരിയല്ല. അതുകൊണ്ടൊരു മുഅ്മിനായ മനുഷ്യന്റെ മാർഗവും ലക്ഷ്യവും കൃത്യമായിരിക്കണം. ആ നിലയ്ക്ക് സാമ്പത്തിക രംഗം ഉദാരതയോടുകൂടെ, കൃത്യതയോടുകൂടെ, സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യണം. ഒരാൾക്ക് സമ്പാദ്യം നേടാൻ 5 മാർഗങ്ങളാണ് ശറഅ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരാൾ കിട്ടുന്ന സമ്പത്ത് പൊതുവിൽ ഉപയോഗിക്കാറുള്ളത് 5 മേഖലയിലൂടെയാണ്. അതിൽ ശരിയുള്ളതുണ്ട്, തെറ്റുള്ളതുമുണ്ട്. ഒരാൾക്ക് സമ്പത്ത് നേടാനുള്ള മാർഗം ഏതാണ്? വഖഫിലൂടെ, വസിയ്യത്തിലൂടെ, ഹിബത്തിലൂടെ ഒരാൾക്ക് സമ്പത്ത് കിട്ടിയാൽ അതെടുക്കാം. അനന്തരാവകാശത്തിലൂടെ പൈതൃകമായി കിട്ടിയാൽ ഉപയോഗപ്പെടുത്താം. മാന്യമായ ജോലി ചെയ്തുകൊണ്ട് ഒരാൾ കൂലിപ്പണി ചെയ്യുകയാണെങ്കിൽ നല്ല മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരാൾ വളരെ പാവപ്പെട്ട് കീറിപ്പറിഞ്ഞ ഡ്രസ്സുമായി വന്നു. ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാ. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് നല്ല കാലിൽ നല്ല ആരോഗ്യത്തോടുകൂടെ ഇങ്ങനെ വന്നപ്പോ എന്തേന്ന് ചോദിച്ചു. പട്ടിണിയാണ് കുടിയിലുകാരൻ.
ഒന്നുമില്ലേച്ചു, ഒന്നുമില്ലായിരുന്നു. ഒന്നുമില്ലേച്ചു, ഒന്നുമില്ലായിരുന്നു. എന്താ ഉള്ളതെന്ന് വെച്ചു. ഒരു പുതപ്പുണ്ട്, ഒരു കോപ്പയുണ്ട് കാരണം എന്നാ അതിൽ കൊണ്ടുവരായിരുന്നു. അങ്ങനെ അവിടെ ഓടി പോയി അത് കൊണ്ടുവന്നു. നബി തങ്ങൾ ചോദിച്ചു, ആരാ അതിന്റെ കയ്യിൽ നിന്ന് വാങ്ങാന്ന് വെച്ചു. അപ്പൊ എല്ലാരും പാടെ എണീറ്റു. ഞാൻ വാങ്ങാം. എത്ര? 1 ദിർഹം. മയ്യസീദ്, 1 ദിർഹം ഒരു വട്ടം, 1 ദിർഹം ഒരു വട്ടം. അപ്പൊ 2 ദിർഹം, 3 ദിർഹം. സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. ലേലം വിളിക്കുന്ന ആളുകൾ പരിഹസിക്കാറുണ്ട്. ആ ലേലം വിളി അല്ലാഹു റസൂൽ തുടങ്ങിയതാ, സഹീഹുൽ ബുഖാരിയിലുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഏറ്റവും കൂടുതൽ പറഞ്ഞ ആൾക്ക് അത് കൊടുത്തു. അപ്പൊ അയാൾ ഒടിങ്ങൂലൻ വന്നു. തരീന്നാണ്, തരൂലാറും. ആ പകുതിനെടുത്തു. പകുതി ഇങ്ങനെ എടുത്തിട്ട് ഒരാളെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് നല്ല ഒരു മഴു വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. വിറകിട്ടണ സാധനം. മറ്റേതുകൊണ്ട് കുറച്ച് അരിപ്പൊടിയും സാധനങ്ങളൊക്കെ കൂടെ വാങ്ങാനും പറഞ്ഞു. കാരണം ഇയാളെ കയ്യിൽ കൊടുത്താൽ ചിലപ്പോൾ അത് ചെലവാക്കിയാലോ, അത് ചിലപ്പോൾ സിഗരറ്റ് വാങ്ങിയാണ്ട് എന്താവും, അത് ചെലവാക്കും, ബീഡിയിൽ ചെലവാക്കും. അങ്ങനെയല്ല, അങ്ങനെ പൊതുവെ ഇന്ന് അങ്ങനെയുള്ള ഏറ്റവും ചെലവാക്കുന്ന ഒരു മാർഗ്ഗമാണ് ഏത്? ബീഡി വലിക്കുക. എന്ത് കടക്കാരനാണെങ്കിലും ശരി, എന്ത് വിസയാണെങ്കിലും ശരി, എത്രങ്ങോനും ഉറുപ്പ്യ സിഗരറ്റ്. ഒരു പാക്കറ്റ് സിഗരറ്റ് വിൽസിന് ഇപ്പൊ എത്ര? ഒരുപാട് ഉറുപ്പ്യല്ലേ? 30 ഉറുപ്പ്യ, 35 ഉറുപ്പ്യ, 40 ഉറുപ്പ്യ, എത്ര അറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. 10 ദിവസം ആകുമ്പോ എത്രയായി? 400 ഒരു മാസം ആകുമ്പോ എത്രയായി? ഒരു പാക്കറ്റ് ആകുമ്പോ 1200 ഉറുപ്പ്യോളായി. ഈ 1200 ഉറുപ്പ്യ ബദരീങ്ങളെ പെട്ടി കിട്ടുകയാണെങ്കിൽ കൂലിട്ടീന്നു. ബീഡിച്ചോണ്ട് എന്താ കിട്ടി? ഒന്നും കിട്ടിയില്ല. ഒരു ചുക്കുമില്ല. പിന്നെ ഈ ഒരു മാസം എന്തായി? ഇത്രയും കാലം നമ്മളെന്തായി? വിഡ്ഢിയായി എന്നുള്ളതാണ് അല്ലേ? അപ്പോ ബീഡി വലി അത് ഒഴിവാക്കണം. കച്ചവടക്കാരനോട് ക്ഷമിക്കുക. കാരണം എന്താണ്? കാര്യമായിട്ട് എന്താണ്? പോണൊരു സാധനമാണ്, ലാഭം കുറഞ്ഞാലും അങ്ങനെയാണല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അത്തരം വിഷയങ്ങളൊക്കെ നല്ല സൂക്ഷ്മത വേണം. കാരണം ആ വിഷയം ഉപയോഗമല്ലാതെ വെറുതെ നഷ്ടപ്പെട്ടു പോകുക. ഈ സ്വഹാബിന്റെ കയ്യില് അരിയും പൊടിയും സാധനങ്ങളൊക്കെ കൊടുത്തു. ഈ മഴ എടുത്തിട്ട് പറഞ്ഞു, ഇനി കാട്ടു പോയിട്ട് നല്ല ആരോഗ്യമുള്ള ആളല്ലേ, വിറക് വെട്ടി ജീവിച്ച് ഉഷാറാകുക. അല്ലാതെ ഇങ്ങനെ നല്ല ആരോഗ്യമുള്ളതോട് കൂടെ എരന്ന് നടക്കരുത്. കാരണം 10-15 ദിവസം കഴിഞ്ഞപ്പോ നബി തങ്ങളുടെ അടുക്കിലേക്ക് നല്ല ഗോതമ്പപ്പൊടിയും സുഗന്ധദ്രവ്യവും ഹദിയയുമായി ഇയാൾ വരുന്നു. അൽഹംദുലില്ലാഹ്, ഇപ്പൊ ജീവിതം നല്ല റാഹത്താണ്, നല്ല സന്തോഷമാണ്. മാന്യമായ തൊഴിൽ ചെയ്യണം. തൊഴിലിലൂടെ കിട്ടുന്നത് വലിയ സംഭവം തന്നെയാണ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജോലി ചെയ്ത് കിട്ടുന്നത് 4ാമത്തെ മാർഗമാണെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇങ്ങനെ 4-5 മാർഗമാണ് ഒരു വ്യക്തിക്ക് സംവിധാനിച്ചിട്ടുള്ളതെങ്കിൽ അത് വ്യയം ചെയ്യാനും ചില മാർഗങ്ങളുണ്ട്. ആ വ്യയം ചെയ്യാൻ നിർബന്ധമായ മാർഗമുണ്ട്. ആ നിർബന്ധമായ മാർഗമാണ് അള്ളാഹുവിന്റെ കടം. എന്ന് വെച്ചാൽ നമ്മുടെ നോമ്പൊഴിവാക്കിയതിന്റെ പേരിലുള്ള മുദ്ദ്, അതുപോലെ സക്കാത്ത്, അതുപോലുള്ള സംവിധാനങ്ങൾ. ഒരാൾ മരണപ്പെട്ടാൽ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ സമ്പാദ്യവുമായി ഹക്ക്, മനുഷ്യരുടെ ഹക്കും സൃഷ്ടാവിന്റെ ഹക്കും രണ്ടുമുണ്ടെങ്കിൽ സൃഷ്ടാവിന്റെ ഹക്കിന് ആദ്യ പരിഗണന നൽകണം, രണ്ടാമത് മനുഷ്യരുടേതും പരിഗണന നൽകണം. എന്നിട്ടേ ഊരിക്കാൻ പാടുള്ളൂ. 10 കൊല്ലം ഒരാൾ നോമ്പൊഴിവാക്കി നിൽക്കുക, കാരണം കൂടാതെ 10 വർഷം ഒരാൾ നോമ്പൊഴിവാക്കി നിൽക്കുക, ഈ 10 വർഷം 30 നോമ്പുണ്ട് നിൽക്കുക എങ്കിൽ ഈ നോമ്പ് ഒഴിവാക്കിയ വ്യക്തി, 10 കൊല്ലം ഒഴിവാക്കിയ വ്യക്തി ആദ്യത്തെ കൊല്ലത്തിന് 9 പ്രാവശ്യം 30 × 9 270 മുദ്ദ്, രണ്ടാമത്തെ കൊല്ലത്തിന് 240 മുദ്ദ്, മൂന്നാമത്തെ കൊല്ലത്തിന് 210 മുദ്ദ്, നാലാമത്തെ കൊല്ലത്തിന് 180 മുദ്ദ്, അഞ്ചാമത്തെ കൊല്ലത്തിന് 150 മുദ്ദ്, ആറാമത്തെ കൊല്ലത്തിന് 120 മുദ്ദ്. ഇങ്ങനെ അവരുടെ നാലാമത്തെ, അങ്ങനെ ഓരോ കൊല്ലത്തിന്, ആറാമത്തെ, ഏഴാമത്തെ, എട്ടാമത്തെ, ഇങ്ങനെ ഓരോ കൊല്ലത്തിനും ആവർത്തിക്കുന്നതാണ്. ആദ്യത്തെ കൊല്ലത്തിൽ ആ ഉള്ള ഒരു നോമ്പ് ഇങ്ങനെ ഈ ലാസ്റ്റ് വരുന്നത് വരെ അടുത്ത കൊല്ലം പിന്നിടുന്നതോടുകൂടെ ഖളാ വീട്ടാനും മുദ്ദ് കൊടുക്കാനും ബാധ്യസ്ഥനാകാം. രണ്ടാമത്തെ കൊല്ലം പിന്നിടുമ്പോഴേക്ക് ആദ്യത്തെ കൊല്ലം നോക്കിയിട്ടില്ല, രണ്ടാമത്തെ കൊല്ലം കൂട്ടിട്ടില്ല,
ഇത് 10 കൊല്ലത്തെ പറഞ്ഞത്. ചെറുപ്പകാലത്ത് ചില കൊല്ലത്തിൽ 8 നോലുമ്പ്, ചില കൊല്ലത്തിൽ 13 നോലുമ്പ്, ചില കൊല്ലത്തിൽ 22 നോലുമ്പ്. അതെങ്ങനെ അറിയാം? ആരെന്ന് ഒഴിവാക്കാൻ പറഞ്ഞത്? പക്ഷെ ഏകദേശം കണക്കൂട്ടിയിട്ട് അതിൻ്റെതായ അതിനനുസരിച്ച് അങ്ങനെ ഒരു മുദ്ദ്, ആ മുദ്ദിന്റെ വിഹിതം ഒഴിവാക്കാതെ ഇവരുടെ സമ്പാദ്യം ഓഹരി ചെയ്യാൻ പാടില്ല. അഥവാ അതങ്ങനെ ഓഹരി ചെയ്തിട്ട് അതിന്റെ ഫലം അവകാശികൾക്ക് എടുക്കാൻ പാടില്ല, കഴിയൂല. കാരണം ഈ മുതലിൽ എന്താണ്? ആരാന്റെ കലർന്നിട്ടുണ്ട്. മുദ്ദിന്റെ വിഷയം അത്ര കൃത്യമായി സൂക്ഷിക്കണം. ഹജ്ജ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ, ചില ആൾക്കാർ ഹജ്ജിന് പോണില്ലേ, പെൺകുട്ടിനെ കെട്ടിക്കാണ്ട്. പെൺകുട്ടിനെ കെട്ടിക്കാനുള്ള ഹജ്ജിന് ഒഴിവാകാനുള്ള മാർഗം. ഒരാൾക്ക് ഈ ഹജ്ജിന് പോയി വരുന്നതിന് വരെ ന്യായമായി താമസിക്കാനുള്ളൊരു വീടും അതുപോലെ കുടുംബത്തിനുള്ള അതിനനുസരിച്ചുള്ള ചെലവും അത് മെച്ചം കഴിച്ച് ബാക്കിയുള്ളത്, ഇപ്പൊ 10 സെന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 15 സെന്റ് ഉണ്ടെങ്കിൽ ഈ വീടും പരിസരവും കുറച്ച് പരിസരവും വെച്ചിട്ട് ബാക്കി സ്ഥലം ഹജ്ജിന് പോകാനുള്ളതുണ്ടെങ്കിൽ അത് വിറ്റ് ഹജ്ജിന് പോകണമെന്നാണ്. നാളെ ഒരാൾ എന്താ ഹജ്ജിന് പോകാത്തെന്ന് ചോദിച്ചപ്പോ കുറച്ച് പ്രായമാകട്ടെ, ഇപ്പൊ തന്നെ ഹജ്ജിന് പോയി എന്നാ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല, അങ്ങനെ ഉണ്ടല്ലോ. ഒരാൾ ഇങ്ങനെ വർത്താനം പറയുമ്പോ എന്താ മുണ്ടാത്തെന്ന് വെച്ചാൽ നൂലും പറക്കട്ടെ ഇങ്ങോട്ട് പറയാൻ. കാരണം നൂലുമ്പുള്ള സമയത്ത് ഗീബത്ത് പറഞ്ഞ പ്രശ്നം എന്നുള്ള നിലക്കാൻ നൂലുമ്പ് പറഞ്ഞ ഒരു പ്രശ്നമല്ല എന്നുള്ളിടത്തോളാണ് കുറെ ആൾക്കാർ, അല്ലേ? അപ്പൊ ആ ഹജ്ജിന്റെ വിഹിതം അത് മാറ്റിവെക്കണം. അങ്ങനെ മാറ്റിവെച്ചതിന് ശേഷമേ അയാൾക്ക് ബാക്കിയുള്ള ആളുകൾക്ക് അനന്തരെടുക്കാൻ പാടുള്ളൂ. കടക്കാരെ മാറ്റിവെക്കണം. ഇങ്ങനെയുള്ളതൊക്കെ മാറ്റിവെക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കട നടത്തുന്ന മുതലാളി മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ മുതലാളി കട തുടങ്ങിയത് മുതൽ മരണപ്പെട്ടത് വരെ കൊല്ലം തോറും സ്റ്റോക്ക് എടുപ്പ് നടത്തി 2.5% സക്കാത്ത് കൊടുക്കാത്തൊരു മുതലാളിയാണെങ്കിൽ ആ മുതലാളി എന്ത് ചെയ്യണം? മുതലാളിയുടെ സമ്പത്തിൽ നിന്ന് പീഡിച്ചെടുത്തോ മേലിച്ചെടുത്തോ താഴെ അമുക്കാക്ക, മില്ല ഒൾക്കൊടുക്കുക, മറ്റേത് ഇങ്ങിട്ടാക്കുക, അങ്ങനെ ഓരോന്നോരോന്ന് അങ്ങനെ അയക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം വാപ്പാന്റെ ആ പീടിയിൽ കുറച്ച് സക്കാത്തിന്റെ ഇത് കൊടുക്കാണ്ട് നാട്ടുകാർക്ക് അത് കൊടുക്കണം. അത് കൊടുക്കാതെ ഉപയോഗപ്പെടുത്താൻ പാടില്ല. നിസ്കാരം പോലെ തന്നെ സക്കാത്ത്. നോമ്പിന്റെ മുമ്പ് സക്കാത്തിനെ പറഞ്ഞത്. അപ്പൊ സക്കാത്ത് എന്നുള്ളത് അത് ഔദാര്യമല്ല, അവകാശമാണ്. അത് പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട്. സക്കാത്ത് എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, ആർക്കാണ്, ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇന്ന് ചർച്ച ചെയ്താൽ എവിടെ എത്തും തോന്നുന്നില്ല. ബഹുമാനപ്പെട്ട ബാക്കവി ഉസ്താദും അതുപോലെ ബീംപൂർ ഉസ്താദൊക്കെ വരുന്നുണ്ട്. വലിയ വലിയ ഉസ്താദുമാരെ, നിസാമി ഉസ്താദൊക്കെ അവിടെ ഇരിക്കണം. നല്ല വയലറിയുന്ന ആളുകളാണ്. അപ്പൊ ഒരുപാട് ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ നിസ്കരിക്കാൻ അങ്ങനെ കയറുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇത്തിക്കാവിനെ നീയത്തെ ചില കൂലിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്, അല്ലാതെ ഇൽമിട്ടാനല്ല. ഒരുപാട് ആളുകൾ നമ്മളെക്കാൾ വലിയ വലിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉസ്താദുമാരാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ലാഹു എല്ലാവർക്കും ദീനിന്റെ മേഖലയിൽ ഖിദ്മത്ത് എടുക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ബാക്കിലിരിക്കണവും മുന്നിലിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ആമീൻ പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. എന്താ ക്ഷീണിച്ചോ? കുറെ ആൾക്കാർ ചാരിയിരിക്കണു. ഒന്നാണ് ഉഷാറായിട്ടാണ് കടന്നിരുന്നാലും ഒന്നൊരു മട്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരിക്കങ്ങനെ ഇരുന്ന് ക്ലാസ് എടുക്കുകയാണ്. അവ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോ ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. ഒരാൾ ഇങ്ങനെ കയറി വന്നിട്ട് മുമ്പിൽ ഗ്യാപ്പ് കണ്ടപ്പോ അവിടെ ഇരുന്നു. നേരെ വന്നിട്ട് രണ്ടാമത്തെ ആള് അയാൾ ഇങ്ങനെ വിട്ടിങ്ങനെ നിന്നു. കാരണം മുമ്പൊക്കെ ഇരുന്നാൽ നീച്ചോകാൻ പറ്റൂല എന്നുള്ള നിലക്ക് എന്തായി ബാക്കിൽ ഇങ്ങനെ നിന്നു. ഹദീസ് പറയണേ, ആരെ പറ്റി പറഞ്ഞാല ഹദീസ് പറഞ്ഞാൽ. മൂന്നാമത്തെ ആളൊന്നിങ്ങനെ എത്തി നോക്കി. അപ്പൊ എപ്പോഴുള്ള വേദന തന്നെയല്ല, അല്ലെങ്കിൽ മൂലയന്മാർക്ക് വേദന തന്നെ വേണേ, ഒറ്റ പോക്കാണ് പോയി. ഇങ്ങനെ മൂന്നാളോട് പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഈ മൂന്നാളെ പറ്റി പറഞ്ഞിട്ടേന്ന് വെച്ചു. ഈബത്തല്ല, അല്ലാഹു തആലയുടെ വഹയി പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമത്തെ ആള് അള്ളാഹുവിനെ പരിഗണിച്ചപ്പോ അള്ളാഹ് അയാളെയും പരിഗണിച്ചിട്ടുണ്ട്. അയാളെ. രണ്ടാമത്തെ ആള് ഇസ്തഹയാ മിനല്ലാഹ് ഫസ്തഹയല്ലാഹു മിൻഹു. പോണോ വേണ്ടേ, കയറണ്ടേ, അവിടേക്ക് കയറാനാവൂല, ഇവിടെ നിന്നാ മതി എന്നാ അവിടെ നിന്നോ, അള്ളാഹിന് തീരുമാനം അതന്നെയാണ്. റഹ്മത്തിക്കില്ല എന്നാ വേണ്ട, അതന്നെ. മൂന്നാമത്തെ ആള് പിന്നെ ഫയറല്ലാഹു അൻഹു.
വേണ്ടേ എന്നാ വേണ്ട, ഓൻ പോയി, അള്ളാഹുത്താര് ഓന്റെ കാര്യം നോക്കിയില്ല. അങ്ങനെ അപ്പൊ അള്ളാഹുവിന്റെ ദീനിനെ പരിഗണിക്കുന്നവരാവണം നമ്മളൊക്കെ. സക്കാത്ത് എന്ന വാക്കിന് 6 അർത്ഥങ്ങളുണ്ട്. എത്ര അർത്ഥം? 6 അർത്ഥങ്ങൾ. 1 ശുദ്ധിയാക്കുക, 2 സംസ്കരിക്കുക, 3 വളർത്തിക്കൊണ്ടുവരിക, 4 മാറ്റം വരുത്തുക, 5 ഇരട്ടിപ്പിക്കുക. വളർത്തലൊന്ന് വേറെ, ഇരട്ടിപ്പ് തളയും ഇങ്ങനെ 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 മാറി മാറി 2, 4, 8, 16, 32 അങ്ങനെ ഒന്നായിട്ട് പെരിഞ്ചാതി പോക്ക് പോവുക എന്ന് തുടങ്ങിയിട്ട് 6 അർത്ഥങ്ങൾ ഇമാം ഖതീബ് ശർബീനി തങ്ങൾ വിശദീകരിച്ചതായി കാണാം. ആ സക്കാത്ത് പല രൂപത്തിലുണ്ട്, പല മാർഗത്തിലുണ്ട്. പ്രധാനമായിട്ടും ഫിത്ർ സക്കാത്ത്. ഇൻഷാ അല്ലാഹ് ഫിത്ർ സക്കാത്ത് നമുക്ക് അടുത്ത ഞായറാഴ്ച അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഫിത്ർ സക്കാത്ത് നമുക്ക് സംസാരിക്കാം. അത് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതൊരിക്കൽ ഇങ്ങനെ അബ്ദുല്ലാഹി ബിൻ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിശദീകരിക്കാം. അപ്പൊ സക്കാത്ത് നിർബന്ധമാണ്, സദഖ സുന്നത്താണ്. അതുകൊണ്ടാണ് ബക്കറ്റ് ഇങ്ങനെ വരുന്നത്. ബിസ്മില്ലാ, എല്ലാവരും കൊടുക്കാം. അങ്ങനെ വിശദീകരിക്കാൻ ഫിത്ർ സക്കാത്ത് എന്തിനാണ്? നോമ്പിന്റെ കുറവ് പരിഹരിക്കാനാണ്. നോമ്പിന്റെ കുറവ് പരിഹരിക്കാനാണ്. അപ്പൊ ശിഷ്യസ്കാല് വെച്ചു, നോമ്പിന്റെ കുറവ് പരിഹരിക്കാനാണെങ്കിൽ കുട്ടികളെ തൊട്ടിട്ട് തന്നെ സക്കാത്ത് കൊടുക്കണം. 2 വയസ്സായ കുട്ടിക്കും കൊടുക്കണമല്ലോ. 2 അല്ല, ഈ പെരുന്നാളിന്റെ ദിവസത്തിൽ സൺസെറ്റിന്റെ ബിഫോർ 1 സെക്കൻഡ് നേരെ തൊട്ട് മുമ്പ് ഒരാള് ജനിച്ചാൽ, ഒരു കുഞ്ഞ് ജനിച്ചാൽ കുഞ്ഞിനെ സക്കാത്ത് കൊടുക്കണമല്ലോ. സൂര്യ അസ്തമിക്കണ സമയത്തുള്ളെങ്കിൽ സക്കാത്ത് കൊടുക്കണം എന്നാണല്ലോ. അപ്പൊ ഈ നോലും പോലിക്കാത്ത കുട്ടിയൊക്കെ ഇപ്പൊ എന്തിനാ പ്രശ്നം പരിഹരിക്കാത്ത എന്തിനാ സക്കാത്ത് കൊടുക്കണമെന്ന് വെച്ചു. അപ്പൊ അവിടുന്ന് പറഞ്ഞു, പ്രശ്നം പരിഹരിക്കാനല്ല, അതോട് പ്രശ്നം പരിഹരിക്കും എന്നാ പറഞ്ഞത്, പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ അതുകൊണ്ട് എന്താണ്, നോമ്പിൽ വന്ന കുറെ ചെറിയ ചെറിയ വളവുകൾ, തിരിവുകൾ, ചെറിയ ചെറിയ കുത്തിത്തിരായ്മ, കുന്തിരായ്മ, ചില ഒരു ജാതി ആക്കണ നോട്ടം, അല്ലാത്ത സംഭവം, ഇങ്ങനെ കുറെ സംഗതികൾ. കണ്ണിന്റെ നോമ്പിൽ ചെറിയൊരു പ്രശ്നം, കയ്യിന്റെ നോമ്പിന് ചെറിയൊരു പ്രശ്നം, കാലിന്റെ നോമ്പിന് വേറൊരു പ്രശ്നം. ഓഫീസിലേക്ക് നടന്നു പോയതാണ്, അവിടുന്നുള്ള പ്രതികരണം പറ്റിയില്ല, അപ്പൊ 2 എണ്ണം ഫിറ്റ് ചെയ്ത് ഇങ്ങോട്ട് പോന്നു. കാരണം നോലുമ്പ് തലമ കയറിക്കുന്നു എന്നാ പറയാം. അങ്ങനെ ചില ആൾക്കാർ പറയും, നോലുമ്പ് തലമ കയറിക്കാവോ എന്റെ അറി, എന്താ തലമേ നോലുമ്പ്, അതെന്താണ്, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കുറെ ചെറിയ 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 അപാകതകൾ. ആ അപാകതകൾ പരിഹരിക്കുക, അത് പരിഹരിക്കപ്പെടും ഫിത്ർ സക്കാത്ത് കൊണ്ട് എന്നാണ്. സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മറ്റേ സമയത്താകാം. അപ്പൊ ഫിത്ർ സക്കാത്ത് അതിൽപ്പെട്ടതാണ്. കച്ചവടത്തിന്റെ സക്കാത്ത് അതിൽപ്പെട്ടതാണ്. ഞാൻ മുഹറം 1 കച്ചവടം തുടങ്ങി നിൽക്കുക. ഈ മുഹറം 10 വരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? അല്ല, അങ്ങനെ വർത്താനല്ലേ, 10 വെച്ചിട്ടറിയല്ലേ? കാരണന്മാര് പറയലില്ലേ 10 കഴിച്ചിട്ട്. അപ്പൊ ചില ആൾക്കാർ പറയും അതിലൊന്നും ഒരു കഥയില്ല. അതുപോലെ മാസം മറിഞ്ഞണ്ട പ്രശ്നമാണെന്നറിയും. മാസം മറിഞ്ഞണ്ട എന്താ കാട്ടുക എന്ന് വെച്ചൊരിക്കേ. അപ്പൊ ഒരാൾ പറഞ്ഞത് മറിഞ്ഞോടം കാണൂല എന്നാണ് അല്ലേ. കറുത്ത പൂച്ച വിലങ്ങ് മുറിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ പൂച്ചയ്ക്ക് നമ്മളെക്കാൾ തിരക്കുണ്ട് എന്ന് മനസ്സിലാക്കണം എന്നാ. ഇങ്ങനെയൊക്കെ പറയാറുള്ളത്. എന്നാൽ അതിൽ എന്തെങ്കിലും ഒരു കഴമ്പ് ഉണ്ടോ? ഉണ്ട് എന്നാണ്. നത്തുൽ ബിദായാത്ത് കാണാം. മുഹറം 9 വരെ പഴയ കാലത്ത് പല പ്രശ്നങ്ങളുണ്ടായി. 10ഓടുകൂടെ ഒരു ഫതഹ് വന്നതുകൊണ്ട് സലഫുകൾ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അന്ന് പ്രവർത്തിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നിരുന്നു എന്നുണ്ട്. അപ്പോ പഴഞ്ചൊല്ലിൽ പതിരില്ലാന്ന, പതിര് പോലും ഇല്ലാന്ന ഒരാൾ അർത്ഥം വെച്ചത്. പക്ഷെ പതിരല്ല, അതിൽ കഴമ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് വരുന്നത്. നമ്മൾ അർത്ഥം വെക്കുന്നിടത്ത് വരുന്ന പ്രശ്നമാണ്. അപ്പൊ മാവേലി നാടുവാനിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന് പറഞ്ഞപ്പോ ഒരു കുട്ടി ചോദിച്ചത് അത്ര മെലിഞ്ഞും കൊണ്ടേന്ന്. അപ്പൊ പട്ടിണിയൊന്നും അല്ലേന്നാ ചോദിച്ചത്. കാരണം ഒന്നുപോലെ ആകണമെങ്കിൽ അങ്ങനെ ആകണ്ടേ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, 1 മുണിയർ ചന്ദ്രക്കൊല്ലാണ് ശർഈയായി കൂട്ടേണ്ടത്. ഇപ്പൊ ഒരാള് വയസ്സ് ചോദിച്ചാൽ നമ്മൾ വയസ്സ് ചുരുക്കി പറയാൻ പാടില്ല എന്നാണ്. ഒരാള് നമുക്ക് എത്ര വയസ്സായി എന്ന് വെച്ചാൽ വയസ്സ് ചുരുക്കി പറഞ്ഞാൽ ചുരുക്കിയ വയസ്സ് അല്ലാഹു തആല മൈനസ് ചെയ്യുന്നതാണ്. അപ്പൊ അത് നമ്മളൊരു മര്യാദയാണ്, ചുരുക്കി പറയരുത്. ഇത് സാധാരണ പെണ്ണുങ്ങളോട് വയസ്സും ഗൾഫുകാരോട് ജോലിയും ചോദിക്കരുത് എന്നാ പറയല്. കാരണം രണ്ടും അങ്ങനെ കൃത്യമായി നടത്തിയിട്ടാണ് എന്തായാലും പറയാറുള്ളത്. അപ്പോ ഇങ്ങനെ വയസ്സ് ചോദിക്കുമ്പോ ചാന്ദ്രിക കൊല്ലമാണ് കൂട്ടേണ്ടത്. സംഭവം നമ്മളെ ലൈസൻസുകളിലും അതുപോലുള്ള വിഷയങ്ങളിലൊക്കെ ഈ ഗ്രിഗേറിയൻ ഇയറാണ്, നമ്മളെ
സൗരവർഷമാണ്. കലണ്ടറിലെ കൊല്ലവർഷമാണ് ഏതുണ്ടാകല്. സാധാരണ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് അപ്ലിക്കേഷൻ ഫോമുകളിലും ഇതിലൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളടത്ത് നമ്മൾ ഫില്ല് ചെയ്യൽ എന്താണ്, അങ്ങനെ തന്നെയാണ് ഉപയോഗപ്പെടുത്താറുള്ളത് അല്ലേ. എന്നാൽ വയസ്സ് ചോദിക്കുമ്പോ ചന്ദ്രവർഷം അനുസരിച്ച് പറയണം എന്നാണ്. ചന്ദ്രവർഷം അനുസരിച്ച് ഓരോ ഇതിനനുസരിച്ച് ഇങ്ങനെ 10, 20, 20 ചില്ലാനം കൊല്ലം കൂടുമ്പോൾ ഒരു കൊല്ലം അധികമാവും. 353 ദിവസവും 23 മണിക്കൂറും 48 മിനിറ്റും 6 സെക്കൻഡും ഇതാണ് ഒരു കൊല്ലം എന്ന് പറയുന്നത്. 54 എന്ന് ഏകദേശം നമ്മൾ പറയും. അതിന്റെ കറക്റ്റ് സംഗതി ഇങ്ങനെ. അപ്പൊ ഒരാള് മുഹറം 1 കച്ചവടം തുടങ്ങിയ ദുൽഹിജ്ജ 30 അന്നൊന്ന് അങ്ങനെ സ്റ്റോക്ക് എടുക്കുക. അങ്ങനെ സ്റ്റോക്ക് ഇങ്ങനെ എടുത്തു നോക്കുമ്പോ ഒരു സക്കാത്ത് കൊടുക്കേണ്ട ആളിങ്ങനെ സ്റ്റോക്ക് എടുത്ത് നോക്കുമ്പോ പണിക്കാരനൊട്ടിട്ട് ഇങ്ങനെ എത്ര ഉണ്ട്, ഏത് വില വെക്കണ്ട്, വാങ്ങിയതല്ല വെക്കണ്ട്, കൊടുക്കണ വില കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ മാർക്കറ്റ് വില അതിങ്ങനെ നോക്കുകയാണ്. റെക്ടൽ പ്രൈസ് അല്ലെ, ഓരോ സോപ്പും ഇതുമൊക്കെ ഉണ്ടാവുമല്ലോ, മാക്സിമം റെക്ടൽ പ്രൈസ് ഇത്ര രൂപ. ആ ഹോൾസെയിൽ പ്രൈസ് അല്ല, റീറ്റെയിൽ പ്രൈസ്. ആ പ്രൈസിനനുസരിച്ച് ഇങ്ങനെ കണക്കൂട്ടാം. അപ്പൊ കണക്കൂട്ടുമ്പോഴാണ് മുതലാളി പറയുന്നത് ആ പെട്ടിമൊക്കെ നോക്കണ്ട കേട്ടോ, കാരണം അതിന്റെ പൈസ കൊടുത്തിട്ടില്ല, അത് കടാണ്, അത് ക്രെഡിറ്റ് കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ അതിന് ചിലപ്പോൾ സക്കാത്ത് കൊടുക്കാതിരിക്കലുണ്ട്. യഥാർത്ഥത്തിൽ ആ സമ്പത്ത്, ആ കിട്ടിയ സംഗതി അതിലും നമുക്ക് കൈകാര്യം ചെയ്യാനും അതിലും നമുക്ക് വിറ്റ് ലാഭവിഹിതം ഉണ്ടാക്കാനുമുള്ള മാർഗമായതുകൊണ്ട് കണക്കിൽ അതും കൂടെ പെടുത്തണം എന്ന് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോ 1,00,000 സംഭവം ഉണ്ടെങ്കിൽ 2,500 റുപ്യ അത് സാധുക്കളുടേതാണ്, കൊടുക്കണം. അങ്ങനെ പിറ്റേ കൊല്ലോ അതേപോലെ കണക്കൂട്ടണം. ഇങ്ങനെ 2,500 കൊടുത്തു നിൽക്കുക. അതുകൊണ്ട് 2,500 പോക്കല്ല ചെയ്യണത്. പിന്നെ 2,500 രൂപ കൊടുക്കുമ്പോ വഇൻ കാനൽ ഖലഫു അലല്ലാഹ് സക്കാത്ത് അന്നമാ വളരാനുള്ളതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇന്നാളൊരാൾ ചോദിച്ചു, ഡെഡ് സ്റ്റോക്ക്, ഒരുപാട് ചെലവാകാത്ത സാധനം പിന്നെന്തിനാ പരീക്ക് വെച്ചിങ്ങനെ, പരി കൊണ്ടുപോയിട്ട് എന്താണ് തട്ടിന്റെ പുറത്ത് വെച്ചൂടെ, എന്തിനാ പീടിയിൽ വെച്ചിരുന്നത്, അഥവാരെങ്കിലും വന്നാ കൊടുക്കാനല്ലേ. അതുകൊണ്ട് ഡെഡ് സ്റ്റോക്ക് ആണെങ്കിലും അതും കണക്കൂട്ടണം. അതല്ലെങ്കിൽ സാധുക്കൾക്ക് കൊടുത്തോ സദക്ക ചെയ്ത് കൂലിട്ടട്ടെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സക്കാത്ത് എന്ന് പറയുന്നത് അതുപോലെ ഇന്നൊരാൾ ചോദിച്ചോളൂ, കണക്കൂട്ടിയിട്ട് സക്കാത്ത് കൊടുക്കാം. അപ്പൊ ചില വലിയ അരിപ്പീടി അതല്ലെങ്കിൽ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ 25 ലക്ഷം 50 ലക്ഷത്തിന്റെ ഒക്കെ ഉണ്ടാകും. അപ്പോ അതിന്റെ കണക്ക് കൂട്ടിയിട്ട് എന്താക്കുക, പകുതി അപ്പ കൊടുത്തിട്ട് ബാക്കി പകുതി, അങ്ങനെ ചോദ്യം, ബാക്കി പകുതി കല്യാണത്തിനൊക്കെ പോകുമ്പോ കവറിലിട്ട് കൊടുത്താൽ പോരെ. സക്കാത്ത് ചിന്തിക്കാൻ പറ്റുമോ? ഒന്നാള് ഒരു പുസ്തകം വായിച്ചു, ഇവരെ മുജാഹിദീങ്ങളുടെ ബുക്കിലുണ്ട് കണക്ക്, ഒരു വാർഷിക കണക്ക്, സക്കാത്തിന്റെ കണക്ക് കൊടുത്തപ്പോ ബാങ്ക് പലിശ, സക്കാത്തിന്റെ കണക്കിലാട്ടോ, വരവാണേ, ബാങ്ക് പലിശ 789 റുപ്യ. പിന്നെ മുൻ വർഷത്തെ ബാക്കി, സക്കാത്ത് ബാക്കിയാക്കാൻ പറ്റും. അപ്പൊ അവകാശികൾക്ക് അതിൻ്റെതായ കൃത്യ ടൈമിൽ കൊടുക്കണം. കല്യാണത്തിന് പോകുമ്പോൾ വേറെ കവറിലിട്ട് കൊടുത്തോളി, സദക്കയായിട്ട് കൊടുത്തോളി. അല്ല സക്കാത്ത് കൊടുക്കണമെന്ന് കല്യാണം ഉണ്ട് നിൽക്കുക, എന്നാ കൊടുത്തോളി. അല്ലെങ്കിൽ യാത്ര പോയിക്കോളി, കോഴിക്കോട് മുതൽ പാലക്കാട് വരെ ഉള്ള ഓഡിറ്റോറിയത്തൊക്കെ കയറിയിട്ട് കവർ കൊടുത്തോളി. മുഅദ്ദ അൻഹു എവിടെയാണെങ്കിൽ, വീട്ടിൽ നിന്ന് ഞാൻ എവിടെയാണെങ്കിൽ അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഗൾഫിലുള്ള ആളെ മുതൽ ഇന്ന് സക്കാത്ത് നമ്മളെ നാട്ടിലല്ല കൊടുക്കേണ്ടത്, അത് അവിടെ കൊടുക്കേണ്ടത്. വീട്ടപ്പെടുന്ന ആള് എവിടെയാണോ അവിടെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ സക്കാത്ത് എന്ന് പറയുന്ന വിഷയം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ നോമ്പിന്റെ കഫാറത്തിന്റെ വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ നല്ല നല്ല കാര്യങ്ങളുടെ മേഖലയിൽ വിനിയോഗിക്കേണ്ടതുണ്ട്. നേർച്ചയാക്കിയത് കൃത്യമായി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ നിർബന്ധമായ മാർഗത്തിലൂടെ ചെലവഴിക്കേണ്ടത് ചെലവഴിക്കണം. അതല്ലാതെ സമ്പത്ത് ഓഹരി ചെയ്യാൻ പാടില്ല. കടം വാങ്ങിയവൻ അതിന് കൃത്യമായി അടവ് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. കടം വാങ്ങിയ ആളുകൾ കടം കൊടുക്കേണ്ടതുണ്ട്. നേരത്തെ ഞാനൊരു ബൈഉ തഖ്സീത്തിന്റെ മസല പറഞ്ഞു, ഇൻസ്റ്റാൾമെന്റ് സെയിലിന്റെ വിഷയം.
തവണകളായി കൊടുക്കരുത്. അത് ഒരൊറ്റ ഇരിപ്പിലുള്ള കച്ചവടമാണെങ്കിൽ, അഥവാ ഒരു മിക്സി മുമ്പിൽ വെച്ചിട്ട് ഈ മിക്സി റൊക്കമായി നിങ്ങൾ തരികയാണെങ്കിൽ ഇത്ര, അല്ല തവണകളായിട്ടാണെങ്കിൽ ഇത്ര എന്നുള്ളത് ഒരൊറ്റ ഇരിപ്പിൽ രണ്ട് ശൈലിയിലുള്ള ബൈ ആണെങ്കിൽ അത് അവധി പലിശയായി മാറുന്നത് കൊണ്ട് അത് ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ 2000 രൂപയുള്ള മിക്സിക്ക് എന്റെ ഈ മിക്സിയുടെ വില 2500 തന്നെയാണ്, അത് നിങ്ങൾ തവണകളായി തന്നാൽ മതി എന്ന് ഒരൊറ്റ അഖദിലാണെങ്കിൽ അതിന് കുഴപ്പവും ഇല്ല എന്നാണ് ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ നേരത്തെയുള്ള വിഷയങ്ങൾ ഒന്നുകൂടെ തിരുത്തി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ കച്ചവടത്തിന്റെ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കുക, സമ്പത്തിന്റെ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കുക. ഇങ്ങനെ സക്കാത്തിന്റെ മുതൽ, സക്കാത്തിന്റെ സമ്പാദ്യം, ആ സമ്പാദ്യത്തിൽ ഹറാം കലർന്ന, സക്കാത്തിന്റെ മുതൽ കലർന്ന കച്ചവട ചരക്കാണെങ്കിൽ, ബിസിനസ് മേഖലയാണെങ്കിൽ, അത് നമുക്ക് അനർഹമായ മേഖലയിലൂടെ സമ്പാദിക്കാൻ കാരണമാകുന്നത് കൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് പരലോകത്ത് ചെല്ലുമ്പോൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ, വല്ലദീന യക്നിസൂന അൽ-ദഹബ വൽ-ഫിദ്ദ, സ്വർണവും വെള്ളിയും മറ്റു സമ്പാദ്യവും സകാത്ത് കൊടുക്കാതെ ഒരാൾ വെച്ചാൽ ആഖിറത്തിൽ ശിക്ഷിക്കപ്പെടും. കച്ചവടത്തിന് സക്കാത്ത് കൊടുക്കണം. അതുപോലെ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് വെക്കുക. ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകൾ 595.2 ഗ്രാം വെള്ളിയുടെ കണക്കിന്, വെള്ളിക്കൊരു ഗ്രാമിന് എത്ര അറിയില്ല, 38 റുപ്യ. എന്നാ 38 റുപ്യ ഉണ്ടെങ്കിൽ 500 ചില്ലാനാവുമ്പോ എത്ര ഉണ്ടാവും? അതിനനുസരിച്ച് ഒഴിഞ്ഞെന്ന് കണക്കൂട്ടിക്കോളി. അതായത് 595 ഗ്രാമിന് 38 കൊണ്ട് കുളിച്ചാൽ മതി. അങ്ങനെയുള്ള ആ വെള്ളിയുടെ കണക്കിന് ഇത്ര ഉറുപ്പ്യ ഒരാൾക്ക് അക്കൗണ്ടിലുണ്ട് നിൽക്കാം. അതല്ലെങ്കിൽ ഞാൻ ഒരാൾക്ക് കടം കൊടുത്തിട്ടുണ്ട്, ഒരു കൊല്ലായിട്ടും പൈസ അയാൾ തന്നിട്ടില്ല, 50,000 റുപ്യ കൊടുത്തതാണ് നിൽക്കുക. ആ 50,000-ന് അയാൾക്ക് കൊടുത്തത് കൊണ്ട് ഒരു കൊല്ലം നമ്മുടെ സ്വത്ത് അയാളെ കയ്യിലുണ്ടായത് കൊണ്ട് 1250 രൂപ നമ്മൾ സക്കാത്ത് കൊടുക്കണം. റൊക്കം കൊടുക്കാനല്ലേ, ആ പൈസ സലാമത്തായതിന്റെ ശേഷം നമുക്ക് തസ്ലീമ് ചെയ്യപ്പെട്ടതിന് ശേഷം കൊടുത്താൽ മതി. അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സാലറിയിൽ നിന്ന് നിശ്ചിത വിഹിതം, ആ വിഹിതം ഗവൺമെന്റ് പിടിച്ചുവെക്കും. അതിന് പ്രോവിഡന്റ് ഫണ്ട് എന്നാണ് പറയാറുള്ളത്, PF. ഈ പിടിച്ചുവെക്കുന്നത് ഇങ്ങനെ ഓരോ ഇങ്ങനെ ശമ്പളത്തിന്റെ എത്ര ശതമാനം മാഷന്മാരൊക്കെ മുമ്പിൽ പറയണ്ടല്ലോ. അപ്പോ ഇത്ര ശതമാനം, ഇത്ര കണക്കിന് ഇങ്ങനെ പിടിച്ച് അത് ഒരു സക്കാത്ത് നിർബന്ധമാകുന്ന കണക്കിന് വന്നാൽ, ഇപ്പോ 10 കൊല്ലം ഒരാൾ പിടിച്ചു, 3 കൊല്ലം മുതൽ അയാളുടേത് സക്കാത്ത് നിർബന്ധമായ, അല്ലെങ്കിൽ 5 കൊല്ലം കൊണ്ട് സക്കാത്ത് നിർബന്ധമായ തുകക്കെത്തിയാൽ അവിടെ മുതൽ പിന്നെ കൊല്ലം കണക്ക് കൂട്ടി സക്കാത്ത് കൊടുക്കണം. അഡ്വാൻസ് ആയി കൊടുത്താലും കുഴപ്പമില്ല. ഇനി വയസ്സായിട്ട് ലാസ്റ്റ് കിട്ടുമല്ലോ, ഒന്നായിട്ട് കിട്ടും. ആ കിട്ടണ നേരത്ത് ഇതൊക്കെ കൂടെ, പക്ഷെ ഓരോ കണക്കിലും കൃത്യമായി രേഖപ്പെടുത്തണം എനിക്ക് ഇത്ര സക്കാത്തുണ്ട് എന്നുള്ളത്. അങ്ങനെ പ്രോവിഡന്റ് ഫണ്ടിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് ഡെപ്പോസിറ്റിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഇപ്പോ ഡെഡായ ഒരു ബിസിനസ് മേഖലയാണ് റിയൽ മേഖല, റിയൽ എസ്റ്റേറ്റ് അല്ലേ? ഈ സ്ഥലക്കച്ചവടക്കാരൊക്കെ ഇങ്ങനെ ദ്വർക്കാൻ പറഞ്ഞുകൊണ്ട് വരുന്ന കാലാണിപ്പോ. കാരണം എന്താണില്ല, പഴയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിലാകണില്ല. അപ്പോ ഒരാള് 5 കൊല്ലമായി സ്ഥലം അങ്ങനെ ഇട്ടിട്ട് എന്താ കാട്ടുക? ഈ 5 കൊല്ലത്തിന് എന്താക്കണം? അവൻ സക്കാത്ത് കൊടുക്കണം. എത്ര റുപ്യക്കാ സക്കാത്ത് കൊടുക്കുക? എത്ര റുപ്യക്കാ കൊടുക്കാൻ കരുതിക്കണമെങ്കിൽ എത്ര റുപ്യക്ക് കൊടുക്കണം. ഇത് സക്കാത്ത് കൊടുക്കുമ്പോ കുറച്ച് ചുരുക്കിയിട്ടും കരുതുക, ആൾക്കാർക്ക് കൊടുക്കുമ്പോ കുറച്ച് കൂട്ടിയിട്ടും പറയാം. അങ്ങനെ അള്ളാനെ പറ്റിച്ചാൻ പറ്റൂലല്ലോ. അപ്പോ ഇങ്ങനെ സ്ഥലം കച്ചവടച്ചരക്കാണ്. അതുപോലെ ചില ആളുകൾ ഫ്ലാറ്റ് വാങ്ങിക്കാറുണ്ട്. എന്തിന്? ഫ്ലാറ്റ് ഇങ്ങോട്ട് വാങ്ങിയിട്ട് ക്യാഷിന് വാങ്ങല്ല, വാടകക്ക് ഇങ്ങോട്ട് ഗൾഫിലൊക്കെ ഇങ്ങനെ, എന്നിട്ട് അത് എന്താവാറുണ്ട്, വാടകക്ക് ഇങ്ങനെ റൂമായിട്ട് കൊടുക്കാറുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങളിലും ഈ കൊല്ലം തികയുന്നതോടുകൂടെ
കാൽക്കുലേറ്റ് ആ ഒരു ഉപകാരം ഒരു കച്ചവട ചരക്കിന്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് അത്തരം ഉപകാരം ഇതിന് ആ കൊല്ലം തികയുന്ന സമയത്ത് ഇത്രയൊക്കെ റൂമുകൾ ഇത്രയൊക്കെ വാടകക്ക് കൊടുക്കാനുണ്ട് എന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ആ ഉപകാരത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത്തരം മേഖലയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കച്ചവടക്കാരും അല്ലാത്തവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ മറ്റു വിഷയങ്ങളൊക്കെ ഇപ്പോൾ ഉസ്താദുമാർ സംസാരിക്കുമെന്ന് ഉണർത്തുന്നതോടൊപ്പം ഒന്നൊരു കയറി ഇരുന്നാൽ ഒന്ന് സൗകര്യം ഒന്നുകൂടി എനിക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് ചോദ്യങ്ങൾ അധികം കിട്ടിയതുകൊണ്ടാണ് നേരത്തെ നിർത്തിയത്. അപ്പൊ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇഅ്തികാഫും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ എല്ലാ ആളുകളും കാര്യമായി കൊണ്ടുതന്നെ വിഷയങ്ങൾ ശ്രദ്ധിക്കുക. ഇഅ്തികാഫിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. ബിസ്മില്ലാഹ്. ബാങ്കിന് കെട്ടിടം വാടകക്ക് കൊടുക്കാൻ പാടുണ്ടോ എന്നാണ് ഒരു ചോദ്യം. ബാങ്കിന് വാടകക്ക് കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അതിന്റെ മറുപടി. പിന്നെ പള്ളി കമ്മിറ്റിയിലും ബാങ്ക് ഡയറക്ടറും ആയാൽ വിധി എന്ത് എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ ആർക്കൊക്കെ പാര വെക്കാൻ വേണ്ടിയുള്ള ചോദ്യക്കാരാണ്. അങ്ങനെ എന്ത് പറയുന്നുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ബാങ്കിന്റെ വിഷയം അങ്ങനെയാണ് പറയാനുള്ളത്. പിന്നെ എന്താ, ഞാൻ എന്റെ സക്കാത്ത് റംസാൻ മാസത്തിൽ കണക്ക് കൂട്ടി ഏകദേശം പകുതി റമളാൻ മാസത്തിൽ എന്താ കണക്ക് കൂട്ടണത്? റമളാൻ മാസത്തിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതായത് കച്ചവടം തുടങ്ങിയത് റമളാനിലാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഈ മുതലിന് കൊല്ലം തികയിൽ റമളാനിലാണെങ്കിൽ അങ്ങനെ. അതല്ലാതെ ഈ സക്കാത്ത് റമളാൻ മാസത്തിൽ കണക്കൂട്ടാന്നുണ്ടെങ്കിൽ 27 രാവിലെ ഒന്നായിട്ട് കൊടുക്കാന്നൊരു സംവിധാനമൊന്നുമില്ല. 27 രാവിലെ സദക്ക കൊടുത്തോളി, നല്ല കൂലിട്ടുള്ള കാര്യമാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ഈ സക്കാത്ത് എന്നുള്ള നിലയ്ക്ക് സക്കാത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അതിന് കുറെ ആൾക്കാർ കീഴായിട്ട് ഇങ്ങോട്ട് ബാങ്ക് പോയിട്ട് എന്താണ് ഫ്രഷ് നോട്ട് കുറെ പുതിയ നോട്ടും വാങ്ങിയിട്ട് ഇങ്ങനെ മിന്നിന്റെ ടടടാ എന്നുള്ള നോട്ടൊക്കെ കൊടുത്താലാണ് സക്കാത്ത് എന്ന് ചില ആൾക്കാർ മനസ്സിലാക്കി വെച്ചോണം. അപ്പൊ അങ്ങനെയല്ല, സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതിന് ഈ നിബന്ധനകളും സംഗതികളൊക്കെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ അങ്ങനെ കണക്ക് കൂട്ടി കറക്റ്റ് കൊടുക്കണം. പിന്നെ പൗതി അല്പം കൊടുത്തിട്ട് ബാക്കിയുള്ളത് അല്പാൽപമായിട്ടാണ് കൊടുക്കാറുള്ളത് എന്നാണ് കറക്റ്റായിട്ടുണ്ടാകും. സക്കാത്തിന്റെ വിഷയം പിന്തിക്കരുത് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ മദ്യഷാപ്പിലേക്കും ബാർ ഹോട്ടലിലേക്കും ഓട്ടോ ട്രിപ്പ് പോകുന്നത് തെറ്റാണോ എന്നാണ് മറ്റൊരു ചെയ്ത്. കള്ള് ഷാപ്പ് കുളിച്ചാല് കള്ള് ഷാപ്പക്കാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോകാതിരിക്കുക തന്നെയാണ് വേണ്ടത്. പിന്നെ പുത്തൻപള്ളിയിൽ തബറുക്കായി കിട്ടുന്ന അരിയുടെ കൂടെ നൽകുന്ന മണലിന്റെ ഉദ്ദേശം എന്താണ്? അതായത് ചില സ്ഥലങ്ങളിൽ മഖ്ബറകളിൽ നിന്ന് ഈ മണ്ണ് കിട്ടാറുണ്ട്, കുരുമുളക് കിട്ടാറുണ്ട്, അരി കിട്ടാറുണ്ട്. എന്താണ് അതിന്റെ ഉദ്ദേശം എന്നതാണ്. മഹാന്മാരുടെ മഖ്ബറയുടെ അടുക്കൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും എന്നുള്ളത് അവിതർക്കിതമായ വസ്തുതയാണ്. സഹീഹുൽ ബുഖാരിയിൽ ബാബു മൻ അഹബ്ബ അൻ യുദ്ഫന ഫീ അർളി മുഖദ്ദസ, പരിശുദ്ധമായ സ്ഥലത്ത് ഖബറടക്കാൻ ഇഷ്ടപ്പെട്ടവർ എന്ന ഒരു അധ്യായമുണ്ട് മഹാനരായ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം കുറിച്ച്. അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് കിടക്കാൻ വേണ്ടി ആയിഷ ബീവിയോട് സമ്മതം ചോദിക്കാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയെ ചുമതലപ്പെടുത്തിയതും സഹീഹുൽ ബുഖാരിയിലുണ്ട്. ഈ രണ്ട് ടൈറ്റലും സംഭവവും വിശദീകരിച്ച് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. മഹാനരായ മൂസാ നബി അലൈഹിസ്സലാം ആഗ്രഹിക്കണം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കുതിക്കാൻ കാരണം
അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലമാണ് മഹത്തുക്കളുടെ മഖ്ബറകൾ എന്നുള്ളത് കൊണ്ടാണ്, ആ റഹ്മത്ത് ആഗ്രഹിച്ചത് കൊണ്ടാണ്. ഇപ്പോ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിട്ട് എന്തേ മസ്ജിദുൽ ഹറാം എന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഇസ്രാ പോയി അവിടുന്ന് മിഅ്റാജ് പോകാനുള്ള കാരണം? ബാറക്കിന ഹൗലഹു, ചുറ്റുഭാഗം ഒരുപാട് ബറക്കത്തുണ്ട് എന്നാണ്. അപ്പൊ അതിന് ചില ആൾക്കാർ അർത്ഥം വെച്ചത് കുറെ മരങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. എന്നാ പിന്നെ നിലമ്പൂരിക്കല്ലേ വേണ്ടത് ഇസ്രാ? എത്രങ്ങാനും ഒരു തേക്കും മരങ്ങളുമാണ് അവിടെ ഉള്ളത്, ഇല്ലേ? അപ്പോ അത്തരൊന്നും മരങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അവിടെ എന്താ? ബാറക്കിന ഹൗലഹു, അമ്പിയാക്കളുടെ ഖബറുകൾ അവിടെയുണ്ട് എന്നതാണ്. അത് ബറക്കത്തുണ്ട് എന്നത് ഖുർആനിലുണ്ട്. ബഹുമാനപ്പെട്ട പ്രവാചകന്മാർ ദ്വാരുന്നത് കാണാം. വജഅൽനി മുബാറക്കൻ ഐനമാകും, ഞാൻ എവിടെയാണെങ്കിലും എനിക്ക് ബറക്കത്ത് വേണം, എന്നെ ബറക്കത്തുള്ളതാക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതുപോലുള്ള മഹത്തുക്കൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരുടെ മഖ്ബറകളിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നത് അവിടെയുള്ള എണ്ണ, തിരി, മണ്ണ്, മണല്, അരി, തുണി എല്ലാത്തിലും അവതരിക്കുന്നത് കൊണ്ടാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കള്ളന്മാരെ പേടിച്ചോ മറ്റോ ബാങ്കിൽ പണം നിക്ഷേപിക്കൽ, തിരിച്ചു വാങ്ങുമ്പോൾ പലിശ ഒഴിവാക്കി മൂലധനം മാത്രം സ്വീകരിക്കുന്നതിന്റെ വിധി എന്താണ് എന്നാണ്. ഇന്ത്യ രാജ്യത്തുള്ള ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം 40,000 രൂപയിൽ കൂടുതൽ കൈവശം വെക്കാൻ പാടില്ല എന്നത് ഇന്ത്യ രാജ്യത്തിന്റെ നിയമമാണ്. അങ്ങനെ ആ ഒരു നിർബന്ധിത ഘട്ടങ്ങളിൽ ആരെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് അവർ ചെയ്യേണ്ടത് പലിശ വാങ്ങാതിരിക്കുക തന്നെയാണ്. ജംആക്കി മുന്തിച്ച് നിസ്കരിക്കുന്നവരുടെ തറാവീഹും വിത്തറും എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് എന്നാണ്. ഒരാള് മഗ്രിബിന്റെ സമയത്ത് ഇശാനെ കൂടെ മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ തറാവീഹും വിത്തറും ആവാൻ ഇശ വാങ്ങു കൊടുക്കേണ്ടതുണ്ടോ? അതല്ല ഉടനെ തന്നെ നിസ്കരിക്കാവും. ഉണ്ടായതുപോലെ തറാവീഹ് 10 20 എന്താക്കുക, അത് നിസ്കരിക്കുക. അതുപോലെ വിത്തറും ഈ മഗ്രിബിന്റെ ഈ ടൈമിൽ തന്നെ നിസ്കരിക്കാമെന്ന് സൈനുദ്ദീൻ മഅ്ബരി റളിയല്ലാഹു അൻഹു ഫതുഹുൽ മുഈനിൽ വിശദീകരിച്ചിട്ടുണ്ട്. അറഫയുടെ നോമ്പ് അറഫ ദിനമല്ലേ എടുക്കേണ്ടത്? സൗദിയിൽ ബലിപെരുന്നാളിന്റെ ദിവസമാണ് നമ്മൾ അവിടുത്തെ അറഫന്റെ അന്ന് നമ്മൾ ചിലപ്പോൾ ഇവിടെ 8 ആയിരിക്കും. സൗദിയിൽ പെരുന്നാളിന്റെ അന്നാണ് ഇവിടെ ചിലപ്പോൾ എന്താകാറുള്ളത്, നോമ്പെടുക്കാറുള്ളത്. നിസ്കാരം നമ്മുടെ നിസ്കാര സമയം കഴിഞ്ഞിട്ടും അല്ലെ? ഇപ്പൊ സൗദിയിൽ ഇവിടെ കഴിഞ്ഞ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സൗദിയിൽ ആവുന്നത്. എങ്ങനെയാണ് ഈ വ്യത്യാസം വന്നത് എന്നാണ്. ഇതിന്റെ ചെറിയ രൂപം മുമ്പ് ഞാൻ സൂചിപ്പിച്ചു എന്നാണ് തോന്നുന്നത്. സൂചിപ്പിച്ചിരുന്ന നോമ്പിന്റെ 1-ാമത്തെ ദിവസം നമ്മളെ മാസപ്പിറവി വിശദീകരിക്കുമ്പോൾ ചിലപ്പോൾ അന്നില്ലാത്ത ആളായിരിക്കും. മുഹമ്മദ് ബഷീർ 9847 737 847 എന്താ നമ്പറൊക്കെ ഉണ്ട്. അപ്പോ എല്ലാ ദിവസവും ക്ലാസ്സിന് വരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ വിഷയം വന്നത് എന്നതാണ് ചോദ്യം. അറഫ നോമ്പ് എന്ന് പറയുന്നത് അറബിക് മാസത്തിനനുസരിച്ചാണ്. നിസ്കാരം എന്ന് പറയുന്നത് സൂര്യന്റെ ചലനത്തിനനുസരിച്ചാണ്. സൂര്യന്റെ ചലനമനുസരിച്ച് ആണ് നിസ്കാരം ക്രമീകരിച്ചിട്ടുള്ളത്. അഥവാ ഇവിടെ ളുഹറായി 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ GMT ഗ്രീനിച്ച് മെരീഡിയൻ ടൈം അനുസരിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര ടൈം ലൈൻ, അന്തമാൻ നിക്കോബാറിന്റെയും പരിസരത്തിന്റെയും ഇടയിലൂടെ പോകുന്ന ലൈൻ 82 ഡിഗ്രി 82.30 എന്ന് പറയും. അതിനെ മൈനസ് ചെയ്തിട്ടാണ്, അതിൽ നിന്ന് പരികലനം ചെയ്ത് അക്ഷാംശം, രേഖാംശം എന്നൊക്കെ പറയും, ആറ്റിറ്റ്യൂഡ്, ലോങ്ങിറ്റ്യൂഡ്, 60 മൈൽ എന്നൊക്കെ പറയും പോലെ അതിനെ പരികലനം ചെയ്തിട്ടാണ് നമ്മുടെ ടൈം. ആ ടൈമിനനുസരിച്ച് അതിനോട്
പിന്നെ അതേപോലെ തുലനം ചെയ്തിട്ടാണ് സൗദി. അങ്ങനെ ഓരോ ഭാഗത്തെയും നമ്മൾ എന്താണ് ഓരോ ആളുകൾക്ക് വേണ്ടത് അങ്ങനെ തീരുമാനിക്കാറുള്ളത്. ആ തീരുമാനമനുസരിച്ച് സൂര്യന്റെ ചലനമനുസരിച്ചാണ് നമ്മുടെ നിസ്കാര ടൈം. അതുകൊണ്ട് ഇവിടെ അസ്തമിച്ച് 2.5 മണിക്കൂർ കഴിഞ്ഞേ അവിടെ അസ്തമിക്കുള്ളൂ. എന്നാൽ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം, മാസത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉദിച്ച് 48 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ചന്ദ്രോദയം ഉണ്ടാവുക. 48 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ 1 മണിക്കൂറിന് 2 മിനിറ്റായി. അപ്പൊ നമ്മുടെ സൂര്യൻ അസ്തമിച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ചന്ദ്രൻ ഉദിക്കുന്നതെങ്കിൽ സൗദിയിൽ വീണ്ടും 5 മിനിറ്റ് അതിനോട് കൂട്ടേണ്ടി വരികയാണ്. എന്തുകൊണ്ട്? 1 മണിക്കൂറിന് 2 മിനിറ്റ് ആണെങ്കിൽ 2.5 മണിക്കൂർ മിനിറ്റിന് 2.5 × 2 = 5 മിനിറ്റ്. അപ്പൊ സൂര്യൻ അസ്തമിച്ച് 5 മിനിറ്റ് ആകുമ്പോൾ ചിലപ്പോ ഈ സൂര്യന്റെ പ്രകാശം കാരണം ചന്ദ്രൻ കാണൂല. അങ്ങനെ കാണാത്ത ഘട്ടം വരുമ്പോ എന്നാൽ സൗദിയിലാണെങ്കിൽ 5 മിനിറ്റ് കൂടെ കൂടുതൽ കിട്ടും. അപ്പൊ ഇവിടെ കാണുന്നതിനേക്കാൾ നേരത്തെ അവിടെ കാണാൻ സാധ്യതയുണ്ട്. അവിടെ കാണുന്നതിനേക്കാൾ ഇപ്പോ നമ്മുടെ ഗ്രീനിച്ച് മെരീൻ ടൈമിന്റെ സോഴ്സ് നിലകൊള്ളുന്നത് ബ്രിട്ടനിൽ ലണ്ടനിലാണ്. ഈ ലണ്ടനും നമ്മളും തമ്മിൽ 5.30 ടൈം വ്യത്യാസമുണ്ട്. 5.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 5.5 × 2 = 11 മിനിറ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ സൂര്യൻ അസ്തമിച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ 16 മിനിറ്റ് കഴിഞ്ഞിട്ട് എവിടെ അസ്തമിക്കുള്ളൂ? എവിടെ? ലണ്ടനിൽ അസ്തമിക്കുള്ളൂ. അപ്പൊ ഇവിടെ കണ്ടിട്ടില്ലെങ്കിലും ലണ്ടനിൽ കാണാം, ഇവിടെ കണ്ടിട്ടില്ലെങ്കിലും സൗദിയിൽ കാണാം. അപ്പൊ സൗദിയിൽ നേരത്തെ ആയാൽ നമുക്കൊക്കെ മാസം കണ്ടാലേ വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്നാണോ ദുൽഹജ്ജ് 9 അന്ന് അറഫന്റെ നോമ്പെടുക്കുക, എന്നാണോ നമുക്ക് അറഫ അന്ന് നോമ്പെടുക്കുക, എന്നാ പെരുന്നാൾ അങ്ങനെ ആഘോഷിക്കുക. ടൈം വ്യത്യാസം. ഖുറൈബ് റളിയല്ലാഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വന്ന സംഭവം വിശദീകരിച്ചതായി കാണാം. പെരുന്നാൾ കൊണ്ടിട്ട് അവിടുന്ന് വന്നു നോക്കുമ്പോ ഇവിടെ നോമ്പ എന്ത് എന്ന് വെച്ചു. അവിടെ മാസപ്പിറവി കണ്ടതിന്റെ പേരിൽ പെരുന്നാളാക്കി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു ഞങ്ങൾ മാസം കണ്ടിട്ടില്ല. അപ്പൊ ചെറിയ ചെറിയ വ്യത്യാസത്തിൽ തന്നെ പഴയ കാലത്ത് ഇങ്ങനെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തെ നമ്മൾ ഒരിക്കലും സംശയിക്കേണ്ടതില്ല. 3, ഷിയാക്കളോട് സലാം പറയുന്നതിന് വിരോധമില്ല എന്ന് ഒരു പ്രഭാഷണത്തിൽ കേൾക്കാൻ കഴിഞ്ഞു. സത്യാവസ്ഥ എന്ത്? ഏതൊരു പ്രഭാഷണത്തിൽ ഇങ്ങനെ വാട്സപ്പിൽ ഒരു ക്ലിപ്പിൽ എനിക്കും കേൾക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരാള് ഒരു സുന്നിയുടെ ലേബലിൽ തന്നെയാണ്, വേദിയിൽ തന്നെയാണ്. അള്ളാഹു എല്ലാവർക്കും നല്ലത് പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. ഷിയാക്കൾ ബിദ്അത്താണ്, മുബ്തദിഈങ്ങളാണ്. മുബ്തദിഈങ്ങളോട് സലാം പറയാൻ പാടില്ല എന്നുള്ളത് അവിതർക്കിതമായ വസ്തുതയാണ്. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു ഫയംബഗി അല്ലാ യസല്ലിമ അലൈഹിം വലാ യർദു അലൈഹിം സലാം, സലാം ഒരിക്കലും അവരുടെ പേരിൽ പറയാൻ പാടില്ല എന്ന് അവിടുത്തെ അദ്കാർ ശറഹ് മുസ്ലിമിൽ ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ദേഷ്യപ്പെട്ട് തലാഖ് ചൊല്ലിയാൽ സംഭവിക്കുമോ? ഇല്ലെന്ന് മൻസിൽ എന്ന ഒരു സുന്നി പുസ്തകത്തിൽ വായിക്കാൻ കഴിഞ്ഞു. സുന്നി പുസ്തകത്തിൽ എന്ന് പറയാൻ അംഗീകരിക്കാൻ കഴിയൂല. കാരണം സുന്നി ആശയ വിരുദ്ധങ്ങൾ ഒരുപാട് ആദർശപരമായ വ്യത്യാസമുള്ള വിഷയങ്ങൾ അതിലുണ്ട്. അറിയാത്ത നിലയ്ക്ക് കുറെ അപകടത്തിൽ ചാടിപ്പോകുന്നതാണ്. പിന്നെ ദേഷ്യപ്പെട്ട് ചെല്ലിയാല് സംഭവിക്കുമോ? ആരും കെട്ടിപ്പിടിച്ച് നാറ്റി തലാക്കി എല്ലി വിടലില്ല. ദേഷ്യം ഉണ്ടാകുമ്പോ തന്നെ ഈ തലാക്കിയല്ലേ. അപ്പൊ ദേഷ്യപ്പെട്ട് ചെല്ലിയാലും തലാക്ക് സംഭവിക്കും എന്ന് തന്നെയാണ് മസാല. വീട് നിർമ്മാണ വിഷയത്തിൽ അത് നമ്മൾ ഇന്നാള് പറഞ്ഞ വിഷയമാണ്, അവിടെ വിശദീകരിച്ചിരുന്നു. നിർമ്മാണ വിഷയത്തിൽ ആശാരിമാരെ സമീപിക്കുന്നതിന്റെ വിധി എന്ത്? പഴയകാല പണ്ഡിതന്മാർ വരെ പലരും അവരെ അവലംബിച്ചതായി കാണുന്നു. ചുറ്റളവ് മാറിയാൽ പ്രശ്നം വരുമോ എന്നൊക്കെയാണ്. എന്നാൽ ആ വിഷയങ്ങളൊക്കെ നമ്മളെ പെര പറഞ്ഞിരുന്ന നമ്മളൊക്കെ പറഞ്ഞിരുന്നു. അല്ല അതൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. അപ്പോ അതുകൊണ്ട് എല്ലാ ദിവസവും വരണേ. ആ വീട് നിർമ്മാണ വിഷയത്തിൽ ഞാൻ പറഞ്ഞില്ല, ആത്മീയ കരങ്ങൾ, ആത്മീയതയുള്ള വ്യക്തികൾ, മുഅ്മിനീങ്ങൾ അവരാണ് നേതൃത്വം നൽകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വൗഹൈനാ ഇലാ മൂസാ വഅഖീഹി അൻ തബവ്വഅ ലിഖൗമികുമാ ബിമിസ്റ ബുയൂതൻ വജ്അലൂ ബുയൂതകും ഖിബ്ല. അതെ, പണ്ടേ
ബഹുമാനപ്പെട്ട മുൻഗാമികളാണ്. അതുപോലെ കുറച്ച് ചോദ്യം അതിന് ഉസ്താദ് മറുപടിയാണ്. അപ്പോ അങ്ങനെയാണ്. എന്നാൽ പഴയ കാലത്ത് മരത്തിന്റെ വർക്കുമായി അവരിങ്ങനെ ഇത്തരം ആളുകളായതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ അവരൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാണ്. എന്നാൽ ആ വിഷയങ്ങളിൽ, സാങ്കേതികമായ വിഷയങ്ങളിൽ എഞ്ചിനീയർമാരോട് സഹായം തേടാറുള്ളത് പോലെ അത്തരം ആളുകളെ ഉപയോഗപ്പെടുത്താം. എന്നാൽ അതിനു വേണ്ട സ്ഥാനവും മറ്റു കാര്യങ്ങളൊക്കെ ആത്മീയ കരങ്ങളെ കൊണ്ട് തന്നെ ആവേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചുറ്റളവ് മാറിയാൽ പ്രശ്നം വരുമോ എന്നാണ് അതിന്റെ മസലയും എന്നാൽ പറഞ്ഞിരുന്നു. പിന്നെ അർത്ഥം അറിയാതെ ഖുർആൻ പാരായണം ചെയ്താൽ ഫലം ലഭിക്കുകയില്ലെന്ന് ഒരു പ്രഭാഷണത്തിൽ കേട്ടു, ശരിയാണോ എന്നാണ്. നാളെ ഉദാഹരണ സഹിതം തന്നെ ഒരു മഹാനോട്, ബഹുമാനപ്പെട്ട ജഅഫർ സാദിഖ് ഹാത്തമുൽ അസ്സം റളിയല്ലാഹുവിനോട് അർത്ഥം അറിയാതെ ഖുർആൻ ഓതിയ കൂലി കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ ഫലം അറിയാതെ മരുന്ന് കഴിക്കുകയോ അപകടം അറിയാതെ വിഷം കുടിക്കുകയോ ചെയ്താൽ ഫലം ചെയ്യുമോ? എന്നാൽ അർത്ഥം അറിയാതെയും ഖുർആൻ കിട്ടുമെന്ന്, പാരായണം കിട്ടുമെന്ന് രണ്ടാമത്തെ ദിവസത്തിലെ വഅളിൽ പറഞ്ഞിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ പള്ളിയായി മുസല്ല വഖഫാക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഉടുത്ത വസ്ത്രം വഖഫാക്കിക്കൂടെ? അതൊരു ചോദ്യമാണ്. ഇത് എന്നാൽ സൗകര്യമായാലോ. ഒരു തുണി കൊണ്ട് എന്താക്കുക, ഒരു ഫാന്റ് അടിക്കുക, അല്ലെങ്കിൽ ട്രൗസർ അടിച്ചിട്ട് നവേത്തുൽ ഇത്തിക്കാഫ ഫി ഹാദൽ ഫാൻഡി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത്തിക്കാഫിന് സൗകര്യം കിട്ടുമല്ലോ എന്നുള്ളതാണ്. ഈ മുസല്ല പെട്ടെന്ന് ഇടുക്കണ രൂപത്തിലുള്ളതാണെങ്കിൽ വഖഫ് ചെയ്യാൻ പറ്റൂല. എന്നാൽ ഒന്നിച്ച് പറ്റിക്കുന്ന രൂപത്തിൽ സാധാ അങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട് പായൊക്കെ കൂട്ടിക്കെട്ടി ഇങ്ങനെ മുസമ്മറത്തായാല് അങ്ങനെ ഒരു ആണിയൊക്കെ അടിച്ച് മുസമ്മറത്തായിട്ട് അങ്ങനെയാക്കുമ്പോൾ വഖഫ് ചെയ്യാൻ പറ്റുന്നൊരു മസല ഉണ്ട് എന്നുള്ളതല്ലാതെ വസ്ത്രം അങ്ങനെ എന്താക്കാനില്ല, ഉടുത്ത വസ്ത്രം ഒന്നും വഖഫ് ചെയ്യാൻ പറ്റൂല. വല്ലാത്ത ചോദ്യം തന്നെ. പിന്നെ മരണപ്പെട്ടവരെ തൊട്ട് നോമ്പ് ഖളാ വീട്ടിയാൽ ബാധ്യത വീടുമോ എന്നാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മരണപ്പെട്ടവരെ തൊട്ട് നോമ്പ് ഖളാ വീട്ടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത്തരം വിഷയങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട സൂക്ഷ്മതയുള്ള മസലകളൊക്കെ ഉസ്താദുമാർ ഇവിടെ കൈകാര്യം ചെയ്യും. ഇവിടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിൽ വരുന്ന കുറവുകളും ഉസ്താദുമാർ മറുപടി പറയും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. പിന്നെ വഅല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്തുദ്ധരിച്ച് മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ പ്രതിഫലം ലഭിക്കുകയില്ലെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെന്നും വെള്ളിയാഴ്ച ഖുതുബ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിലാകണം എന്നും ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ടെന്നും ഒരു മുജാഹിദിന്റെ പ്രഭാഷണത്തിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞു. വാസ്തവം എന്ത് എന്നതാണ് ചോദ്യം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടവർക്ക് ഖുർആൻ ഓതിയാൽ കിട്ടൂല എന്ന് പറഞ്ഞിട്ടില്ല. വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമത്തി അഖദ ശാഫിഈ വമൻ മഅഹു അന്നൽ മയ്യിത ലാ യസ്ലു ഖിറാഅത്തു എന്ന് തുടങ്ങുന്ന ഒരു ഉദ്ധരണി തഫ്സീർ ഇബ്നു കഥീറിനെ ഇവിടെ ഉദ്ധരിക്കാറുണ്ട്. അത് തെറ്റിദ്ധരിച്ചുകൊണ്ടായിരിക്കാം മൗലവി പറയുന്നത്. അല്ലെങ്കിൽ ഒരിക്കൽ ശരി ധരിക്കാൻ ടൈമില്ലല്ലോ, പിന്നെ കിതാബ് വെക്കാനും നേരല്ല, നോക്കിയാൽ തന്നെ തിരിയില്ല, അത് വേറെ വിഷയം. അപ്പൊ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇമാം ഷാഫി തങ്ങളുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ശാഫിഈ വഅസ്ഹാബുഹു യുസ്തഹബ്ബു അൻ യുഖറഅൽ ഖുർആൻ വഇൻ ഖറഅൽ ഖുർആൻ വഇൻ ഖതമുൽ ഖുർആന കാന ഹസനാ. ശാഫിഈ ഇമാമും അസ്ഹാബുമാരും പറയുന്നത് എന്താണ്? ഖുർആൻ ഓതൽ സുന്നത്താണ്, ഖത്തം തീർക്കുകയാണെങ്കിൽ നല്ലതാണ്. ശാഫിഈ ഇമാമിന്റെ സ്വന്തം കിതാബായ ഉമ്മ് എന്ന കിതാബിൽ വഹിബ്ബു ലൗ ഖുരിഅ ഇൻദൽ ഖബർ, ഖബറിന്റെ അടുക്കൽ ഖുർആൻ ഓതുന്നതിന് വഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു. വൈൻ വലൈസ ഫീ ദാലിക ദുആ മുഖത്തുൻ, അത് നിശ്ചിത ടൈം തന്നെ വേണം എന്നില്ല എന്ന് തന്നെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ് എന്ന കിതാബിൽ തന്നെയുണ്ട്. വീടിന്റെ പരിസരത്ത് പാലവൃക്ഷം ഉണ്ട്, പാലയുടെ അടുത്ത് പിശാചിന്റെ വാസമാണെന്ന് കേട്ടിട്ടുണ്ട്, പരിഹാരം എന്താണ് എന്നതാണ്. മറ്റുള്ള ആളുകൾ ആരാധിക്കപ്പെടുന്ന വൃക്ഷത്തിൻ്റെതായതുകൊണ്ട് അങ്ങനെ ആരാധന സ്വഭാവമുള്ള ഒരു വൃക്ഷമാണെങ്കിൽ ചില പൈശാചിക സ്വാധീനങ്ങൾ ഉണ്ടാകാം. അത്തരം സ്വാധീനങ്ങൾ ഒഴിവാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശൈത്താൻ പോകും അൽബഖർ ഓതിക്കോളിയും എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പാല അവിടെ നിൽക്കട്ടെ, ശൈത്താൻ അപ്പുറത്തു നിൽക്കട്ടെ, നമ്മളെ പെരിയിൽ അൽബഖറി ഉണ്ടാകട്ടെ, വിഷയം കഴിഞ്ഞു. പിന്നെ മൊബൈൽ സോഫ്റ്റ്വെയറിൽ കാണുന്ന ഖിബല ഡയറക്ഷൻ പരിഗണിക്കാൻ കഴിയുമോ? പറ്റുമെങ്കിൽ അതിന്റെ കണക്ക് എത്രയാണ്? കഅബയുടെ കന്നിമൂലയിലാണ് റുക്നുൽ യമാനി എന്ന് കേൾക്കുന്നു, ശരിയാണോ എന്നാണ് മറ്റൊരു ചോദ്യം. ഈ മൊബൈൽ സോഫ്റ്റ്വെയർ കാണുന്ന ഖിബ്ല ഡയറക്ഷൻ പരിഗണിക്കാൻ പറ്റുമോ എന്നാണ്. കൃത്യമായ
കഅബയുടെ ഡയറക്ഷന് മൊബൈൽ സോഫ്റ്റ്വെയർ കഴിയൂല. ഒന്ന്. രണ്ടാമത്, ഇന്ന് കൂടുതൽ സാംസങ്, ആപ്പിൾ പോലെയുള്ള കമ്പനികളാണ് അത്തരം സോഫ്റ്റ്വെയർ അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതിലും കൃത്യമായി കിട്ടാൻ കഴിയൂല. ഒന്ന്. രണ്ടാമത്, 11 മീറ്റർ പരിസരത്ത് ഇലക്ട്രിക് ലൈനുകൾ പോകുന്നുണ്ടെങ്കിൽ ഇതിന്റെ ബയറിംഗിൽ വ്യത്യാസം വരും എന്നാണ്. 2. മൂന്നാമത്തേത്, കിബില കൃത്യമാവണമെങ്കിൽ മുമ്പ് സൂചിപ്പിച്ചിരുന്നു ജിയോഗ്രാഫിക് നോർത്ത്, അതുപോലെ ജിയോ മാഗ്നറ്റിക് നോർത്ത്, കാന്തിക വടക്ക്, ഭൂമിയുടെ വടക്ക്, അത് രണ്ടും രണ്ടായതുകൊണ്ട് തന്നെ കൃത്യമായ പരികരണം ചെയ്ത് അതനുസരിച്ച് കൃത്യത വരുത്തിയിട്ട് പള്ളി പോലെയുള്ള വിഷയങ്ങൾക്കൊക്കെ അതിന് ഉപയോഗപ്പെടുത്താവൂ. കോമ്പസുകൾ, ആ കോമ്പസിലും ഇത്തരം വിഷയങ്ങളിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം വരുമെങ്കിലും അത്തരം വിഷയങ്ങൾ ഉപയോഗപ്പെടുത്തലല്ലാതെ മൊബൈൽ സോഫ്റ്റ്വെയറിൽ ഒരുപാട് വ്യത്യാസം വരും എന്നുള്ളതാണ്. എന്നാൽ ചില ഈ S2 4 അതുപോലെ S2 നമ്മളുണ്ടല്ല ഈ സാംസങ്ങിന്റെ S2 അതുപോലെ S4 S3 അല്ല, ഈ രണ്ടിലും ചില സോഫ്റ്റ്വെയറുകളിൽ, കോമ്പസിന്റെ സയന്റിഫിക് സോഫ്റ്റ്വെയറുകളിൽ ചിലത് ഒരു 3-4 ഡിഗ്രിയുടെ വ്യത്യാസത്തിൽ കൃത്യത കാണിക്കുന്നുണ്ട്. അപ്പൊ ഏകദേശ ദിശ അറിയാൻ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നാണ്. അതിന്റെ കണക്ക് എത്രയാണ് എന്നാണ്. സാധാരണഗതിയിൽ വടക്കിന് 0 or 360, കിഴക്കിന് 90 ഡിഗ്രി, തെക്കിന് 180 ഡിഗ്രി, പടിഞ്ഞാറിന് 270 ഡിഗ്രിയാണ്. ഈ 270 നമ്മുടെ ഈ മേഖലകളിലൊക്കെ 21.26, 21.25 അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ 21 കൂട്ടി 291 ഡിഗ്രിയാണ് അതിന്റെ കണക്ക് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കഅബയുടെ കന്നിമൂലയിലാണ് റുക്നുൽ യമാനി എന്ന് കേൾക്കുന്നു. അത് ശരിയല്ല. കാരണം കന്നിമൂല എന്ന് പറഞ്ഞാൽ അന്നത്തെ വീടിന്റെ ദിവസത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ മൂല ഉണ്ടോ അല്ലേ എന്നത് നമുക്ക് മൂമിനിങ്ങൾക്ക് അത് ഉണ്ടോ അല്ലേ എന്നുള്ള വേറൊരു വിഷയം. എന്നാൽ കന്നിമൂല എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി അഥവാ തെക്കിന്റെയും 270 ഡിഗ്രി പടിഞ്ഞാറ്, അത് രണ്ടിന്റെയും സെന്ററിലൂടെ പോകുന്ന ഒരു ലൈൻ അഥവാ 225 ഡിഗ്രി. ഈ 225 ഡിഗ്രിയിലൂടെ പോകുന്ന ലൈനാണ്. എന്നാൽ റുക്നുൽ യമാനി സ്ഥിതി ചെയ്യുന്നത് കഅബയുടെ 180 ഡിഗ്രിയിൽ ആയതുകൊണ്ടു തന്നെ റുക്നുൽ യമാനിയും കന്നിമൂലയും യാതൊരു മാറ്റവും ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല ഖൈർ നൽകട്ടെ. കുറച്ചുകൂടി ചോദ്യമുണ്ടോ? ഇൻഷാ അല്ലാഹ് ബാക്കി ചോദ്യങ്ങൾക്കുള്ള മറുപടി അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നാളെ പറയാം. അപ്പോ ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇത്തികാഫിന്റെ വിഷയം നേരത്തെ നമ്മൾ തുടങ്ങി വെച്ചോളാം, കടക്കുകയല്ല, നാളെ നമ്മളൊക്കെ കടന്നവരാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള ഉസ്താദുമാരുടെ നേതൃത്വത്തിലുള്ള നസീഹത്തും അതുപോലെ മറ്റു ദിക്റുകൾ, ദുആകൾ, അല്ലാഹു ദുആക്ക് മജ്ലിസുള്ള ദുആക്ക് ഉത്തരമുള്ള മജ്ലിസായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അപ്പോ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വയല് എന്റേത് ഇവിടെ ഇപ്പോൾ അവസാനിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ചർച്ച ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ ഉസ്താദന്മാർ പറയും. കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു തവസ്സുൽ എന്ന നിലയ്ക്ക് നമ്മൾ ഈ സംഭവം കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. വളരെ പാവപ്പെട്ട ഒരു പണ്ഡിതൻ, നമ്മളൊക്കെ അറിയുന്ന നല്ലൊരു ഉസ്താദ് വന്നിട്ടുണ്ട്. കാലിന് വലിയ അസുഖമുള്ള പാവപ്പെട്ട ഒരു ഉസ്താദാണ്. അതൊന്ന് കാര്യമായി സഹകരിക്കണം. അപ്പോൾ നിങ്ങളെല്ലാ ആളുകളും ഉള്ളവരൊക്കെ ഒന്ന് ഈ റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങളെല്ലാ ആളുകളും ഒന്ന് എണീറ്റുകൊണ്ട് ഒന്നും മുസാഫത്ത് ചെയ്താൽ നിങ്ങളൊക്കെ ഒരേ പുതിയ മുഖങ്ങൾ ഇന്നുണ്ട്. സക്കാത്താണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നേരിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ കൊടുക്കുക. അതല്ലെങ്കിൽ പിന്നെ ഇൻഷാ അല്ലാഹ് ബിസ്മില്ല ബാക്കിയുള്ള ആളുകൾ ഒന്നും മുസാഫത്ത് ഉസ്താദന്മാരൊന്ന് ബാക്കി ഉസ്താദിനോട് ഇരുന്നാൽ വളരെ റാഹത്താണ്. ബാക്കി ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ വളരെ റാഹത്താണ്. AP ഉസ്താദിന്റെ എഴുത്തുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാണ് സലാത്തിലേക്ക് ബിസ്മില്ലാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക, എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ 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 മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد. അർഹമുർ റഹീമീൻ ജനാജ സയ്യിദായ അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞത് കേട്ടത് സമയം ചെലവഴിച്ചത് എല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലാക്കണം അല്ലാഹ്. നല്ല കാര്യങ്ങൾ പഠിക്കാനും പകർത്താനും ഉൾക്കൊള്ളാനും ചിന്തിക്കാനും ഞങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ദീനിന്റെ മേഖലയിൽ ഒരുപാട് കാലം ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ്. വിശുദ്ധ റമദാനിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന, നോമ്പ് അനുഷ്ഠിക്കുന്ന, നിസ്കാരം നിർവഹിക്കുന്ന എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കണം അല്ലാഹ്. യജമാനനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളോട് ബന്ധമുള്ള ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, കച്ചവടങ്ങളിലും എല്ലാ സംരംഭങ്ങളിലും എല്ലാ മേഖലകളിലും ഖൈറും ബറക്കത്തും വർദ്ധിപ്പിക്കണം അല്ലാഹ്. ഐശ്വര്യം നൽകണം അല്ലാഹ്. വിജയം നൽകണം അല്ലാഹ്. കാവൽ നൽകണം അല്ലാഹ്. റഹ്മാനും റഹീമുമായ നാഥ അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ ഇതാ ഇവിടെ ഒരുമിച്ച് കൂടുന്നു. നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങൾ ഖബൂലാക്കണം അല്ലാഹ്. പരലോക വിജയികളിൽ പെടുത്തണം അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. دعاء وصيتോടെ السلام عليكم ورحمة الله. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഇഅ്തികാഫ് ജൽസ തുടരുകയാണ്. ഇഅ്തികാഫ് ഇരിക്കുന്നവർ അവരുടെ ഇബാദത്തിന് കിട്ടുന്ന ഇഅ്തികാഫ് ഇരിക്കുന്നവർക്ക് 5 സമ്മാനങ്ങൾ ഇസ്ലാം നൽകുന്നുണ്ട്. ഒന്ന്, ജീവിതത്തിൽ വിഷമങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയും. സഹലല്ലാഹു അൻ ലീഖിൽ ഐശി, ജീവിതത്തിൽ വിഷമങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കും. കാരണം വീട്ടിലിരിക്കുന്ന സമയം, വെറുതെ വെളിയിലിരിക്കുന്ന സമയത്തെ പള്ളിയിലിരിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തപ്പോൾ അള്ളാഹു അവനെ പൊരുത്തപ്പെടുകയാണ്. അവന്റെ ജീവിതോപാധികൾക്ക് പോകുന്നതിന് തടസ്സമായി എന്ന കാരണം കൊണ്ട് അള്ളാഹു അവന്റെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു. ജീവിതോപാധിയിൽ സമ്പാദ്യം ഉണ്ടാകും. അവന്റെ ഖബർ ജീവിതത്തിലുള്ള ഇടുക്കത്തെ തൊട്ട് അവനെ അള്ളാഹു തആല രക്ഷപ്പെടുത്തും. വലത് കൈയിൽ അവന്റെ കിതാബ് നൽകും. സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിലൂടെ മിന്നെറിയും പ്രകാരം സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ആദ്യ പാർട്ടിയായി സ്വർഗത്തിൽ